Hello, my dear students. Welcome to Isaac's Physics Classroom. ഇന്ന് ഇസാക്സ് ഫിസിക്സ് ക്ലാസ് റൂം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്സ് പ്ലസ് 1 പാർട്ട് 2 ബുക്ക് റീക്യാപ്പിംഗ് ആണ്. ഒന്നാം വർഷ സയൻസ് വിദ്യാർത്ഥികളുടെ ഫിസിക്സ് സബ്ജക്റ്റിലെ രണ്ടാമത്തെ ബുക്കിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് ഈ വരുന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അതുപോലെ തന്നെ എക്സാമിന് പോകുന്നതിന് മുന്നേ ഒരു ചാപ്റ്ററിൽ മിനിമം എന്തെല്ലാം കാര്യം അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിന്റെ പ്രീവിയസ് വീഡിയോ ഫസ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ്ലി റിവിഷൻ ചെയ്തതാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. ഈ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു മാറ്റം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ബുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഇവിടെ റീക്യാപ്പ് ചെയ്യുന്നില്ല. സെക്കൻഡ് ബുക്കിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് പോർഷൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് തെർമോഡൈനാമിക്സ്. ഈ 4 ചാപ്റ്ററാണ് നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിലേക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ചെയ്ത് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇസാക്സ് ഫിസിക്സ് ക്ലാസ് റൂം. എക്സാമിന് വളരെ കുറച്ച് സമയം നമുക്ക് ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ ചാപ്റ്റർ നമ്പർ 9, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ എന്തൊക്കെ കൺസെപ്റ്റ്സ് ആണ് ആദ്യം നോക്കേണ്ടത് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, എലാസിറ്റി. എലാസിറ്റി, പെർഫെക്റ്റ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ് പ്ലാസ്റ്റിക്, എന്താണ് എലാസിറ്റി, എന്താണ് പ്ലാസിറ്റി എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് അതിൽ നോക്കേണ്ടത്. ആൻഡ് സെക്കൻഡ് വൺ, ഹൂക്സ് ലോ. ഹൂക്സ് ലോ, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, അല്ല പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നോക്കണം. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷെയർ മോഡുലസ്. അല്ല യങ്സ് മോഡുലസിൽ ന്യൂമറിക്കൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. ആ ഗ്രാഫിൽ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യാൻ പഠിക്കണം. എവിടെയാണ് എലാസ്റ്റിക് പ്രൊപ്പോർഷൻ ലിമിറ്റ് എവിടെയാണ് വരിക, എലാസ്റ്റിക് ലിമിറ്റ് എവിടെയാണ് വരിക, പ്ലാസ്റ്റിക് റീജിയൻ ഏതാണ്, എലാസ്റ്റിക് റീജിയൻ ഏതാണ്, ഫ്രാക്ചർ പോയിന്റ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ എന്താണ് കുറിച്ച് നോക്കണം. അതായത് മാലിയബിൾ മെറ്റീരിയൽ, ഡക്റ്റൈൽ മെറ്റീരിയൽസിനൊക്കെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എങ്ങനെ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചും വ്യക്തമായി അറിഞ്ഞിരിക്കണം. ആപ്ലിക്കേഷൻ ഓഫ് എലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഐ ഷേപ്പ്, ബ്രിഡ്ജസിൻ്റെയും പില്ലേഴ്സിൻ്റെ ഷേപ്പിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതുമാണ്. അപ്പോൾ ഈ 2 കൺസെപ്റ്റ്സ് ആണ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫും ആപ്ലിക്കേഷൻ ഓഫ് എലാസ്റ്റിക് ബിഹേവിയർ ആണ് ഈ ചാപ്റ്ററിൽ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. അതിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ ആ ഫിഗർ ഡീറ്റെയിൽ ആയി പഠിക്കണം. ഹൂക്സ് ലോയിൽ നമുക്ക് നോർമലി എക്സ്പെക്ട് ചെയ്യാൻ ന്യൂമറിക്കൽ ലെവൽ ക്വസ്റ്റൻസ് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതിൽ വരുന്ന യങ്സ് മോഡുലസ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത്. എലാസിറ്റിയിൽ കൺസെപ്ഷ്യൽ ക്വസ്റ്റൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ എലാസിറ്റിയിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം വരാൻ ചാൻസ് ഉള്ളത്. എലാസിറ്റി ഈസ് എൻ ഇന്റേണൽ പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ. ഒരു മാറ്ററിന്റെ ഇന്റേണൽ പ്രോപ്പർട്ടിയാണ് എലാസിറ്റി എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് പോസസ് വോളിയം എലാസിറ്റി വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്, എയർ ഓർ വാട്ടർ. നല്ലൊരു ക്വസ്റ്റൻ ആണ്. നമ്മൾ പൊതുവെ എക്സ്പെക്ട് ചെയ്യുക സ്റ്റീൽ ഓർ റബ്ബർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക് എന്നാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എയർ ഓർ വാട്ടർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്. കാരണം ഫ്ലൂയിഡ്സിനുള്ളത് വോളിയം എലാസിറ്റിയാണ് ഉള്ളത്. അപ്പോൾ എയറിനോ വാട്ടറിന് ഏതിനാണ് കൂടുതൽ ഇലാസിറ്റി ഉള്ളത്? ഓക്കെ, അടുത്തത്. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് പോവാം. For the same stress change in volume produced or strain in water is small compared to the air, so water is more elastic. അത് ഇത്രയേ ഉള്ളൂ, നോക്കിയാൽ മതി. നമ്മൾ ഡിഫോർമേഷൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് കുറച്ച് ഡിഫോം ആവുന്നത് അവർക്കാണ് എലാസിറ്റി കൂടുതൽ. അപ്പോൾ എയറും വാട്ടറാണ്. എയറിനും വാട്ടർ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ടർ എയറിനേക്കാളും കുറച്ച് റിജിഡിറ്റി ഉള്ളതുകൊണ്ട് ആ വാട്ടറിന് ഡിഫോർമേഷൻ കുറവായിരിക്കും. അപ്പോൾ വാട്ടറാണ് എയറിനേക്കാളും മോർ എലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിനേക്കാളും സോളിഡ് ആണെങ്കിൽ അതിനേക്കാളും എലാസിറ്റി കൂടുതലാണ്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു പെർട്ടിക്കുലർ ഡിഫോർമിനേഷന് ആരാണ് കൂടുതൽ ഡിഫോംഡ് ആവുന്നത് അവർക്ക് ഇലാസിറ്റി കുറവാണ് എന്നർത്ഥം. ക്ലിയർ? അപ്പോൾ ഈ ക്വസ്റ്റിന് നമ്മൾ കുറേയേറെ ഒരു റിലേറ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആവില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒന്നുകൂടി പോവാം. സ്റ്റീൽ ആൻഡ് റബ്ബർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്. ഒരുപാട് തവണ ക്ലാസ്സിൽ കേട്ടൊരു ക്വസ്റ്റൻ ആണ് സ്റ്റീൽ ആൻഡ് റബ്ബർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്. അപ്പോൾ ഇത് തത്തമ്മയെ പൂച്ച പോലെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക്. ക്ലിയർ? പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണം. കാരണം ഒരു പെർട്ടിക്കുലർ ഡിഫോർമേഷൻ ഒരു ഫോഴ്സ് നമ്മൾ സ്റ്റീലിനും റബ്ബറിനും കൊടുത്തു. റബ്ബറിനും സ്റ്റീലിനും കൊടുത്തുവെങ്കിൽ സ്റ്റീൽ കുറച്ച് മാത്രമേ എന്താവുള്ളൂ, ഡിഫോം ആവുള്ളൂ, ചേഞ്ച് വരുള്ളൂ. പക്ഷെ റബ്ബറിന് കൂടുതൽ ചേഞ്ച് വരും. അപ്പോൾ ആരാണോ ഡിഫോർമേഷൻ ഫോഴ്സിന് കൂടുതൽ ചെറുക്കുന്നത്, ഒപ്പോസ് ചെയ്യുന്നത്, അവർക്കാണ് എലാസിറ്റി കൂടുതൽ. അതാണ് ആക്ച്വൽ കൺസെപ്റ്റ്. അപ്പോൾ സ്റ്റീൽ ഓർ റബ്ബർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്, സ്റ്റീൽ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ നോക്കിക്കേ. സ്റ്റീൽ ആൻഡ് ഡയമണ്ട് വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്. സ്റ്റീൽ ആൻഡ് ഡയമണ്ട് വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക്, സ്റ്റീൽ ഈസ് മോർ. അപ്പോൾ ഇവിടെ സ്റ്റീൽ ആണോ? അല്ല. ഹിയർ വി ഹാവ് ഡയമണ്ട് ഈസ് മോർ ഇലാസ്റ്റിക്. കാരണം അറിയാം സ്റ്റീലിനെക്കാളും ഡിഫോർമേഷൻ ചെറുക്കുന്നത് ഡയമണ്ട് ആണ്. അപ്പോൾ ഡയമണ്ട് ആണ് മോർ ഇലാസ്റ്റിക്.
അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ നോക്കൂ. സ്റ്റീൽ ആൻഡ് കോപ്പർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്? സ്റ്റീലും കോപ്പറും. അപ്പോൾ ആരാ കുറച്ചുകൂടി ഡിഫോർമേഷൻ ഫോഴ്സിന് നമുക്ക് ചെറുക്കുക? സ്റ്റീൽ തന്നെയാണ് ചെറുക്കുക. സോ സ്റ്റീൽ ഇസ് മോർ ഇലാസ്റ്റിക്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺസ് വരുമ്പോൾ ശരിക്കും നോക്കണം. ഇത് മനസ്സിലായെങ്കിൽ അടുത്ത ക്വസ്റ്റൻ നിങ്ങൾ തനിയെ ആൻസർ ചെയ്യാൻ ശ്രദ്ധിച്ചു നോക്കൂ. ഗ്ലാസ് ആൻഡ് റബ്ബർ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്? ഗ്ലാസും റബ്ബറും ഏതാണ് മോർ ഇലാസ്റ്റിക്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പെർട്ടിക്കുലർ ഡിഫോർമേഷൻ കൊടുത്തു. അപ്പോൾ റബ്ബറാണോ കൂടുതലായിട്ട് ഡിഫോം ആവുക, ഗ്ലാസ് ആണോ ഡിഫോം ആവുക? നമുക്കറിയാം റബ്ബറാണ് കൂടുതൽ ഡിഫോം ആവുക. സോ ഗ്ലാസ് ഈസ് മോർ ഇലാസ്റ്റിക്. അപ്പോൾ ഇതുപോലൊരു കമ്പാരിറ്റീവ് സ്റ്റഡി വേണം എപ്പോഴും ചെയ്യാൻ. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ സ്റ്റീൽ റബ്ബർ വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക് എന്നൊരു ടീച്ചർ ഒരു കൺസെപ്റ്റ് നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹണ്ടിങ് നടത്തിയിട്ട് ആ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മുഴുവൻ പഠിക്കണം. അങ്ങനെയാണ് അപ്പോൾ എക്സാമിന് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ സ്റ്റീൽ ആൻഡ് റബ്ബർ ഈസ് മോർ ഇലാസ്റ്റിക് പഠിച്ചു, സ്റ്റീൽ ആൻഡ് കോപ്പർ ചോദിച്ചാൽ ഔട്ട് ഓഫ് സിലബസ് ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് എല്ലാ ചാപ്റ്ററിലും നിങ്ങൾ ഫോളോ ചെയ്ത് പോകേണ്ടത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. The elasticity is also defined as the capacity or ability of a material or body to oppose any deformation. ഒരു മെറ്റീരിയൽ ഡിഫോർമേഷൻ ഫോഴ്സിനെ കൂടുതൽ ഒപ്പോസ് ചെയ്തുവെങ്കിൽ അതിൽ എലാസിറ്റി കൂടുതലാണെന്നർത്ഥം. അപ്പോൾ ഇതാണ് എലാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ബാക്കി നോക്കേണ്ടത് പെർഫെക്റ്റ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ് പ്ലാസ്റ്റിക്, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. ഇനിയാവും നെക്സ്റ്റ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് വരാൻ നോക്കാം. when a mass is suspended on a metallic wire, the length of wire increase slightly. നമുക്കറിയാം ഒരു മാസ് പിന്നെ ഒരു വയറിൽ ഹാങ് ചെയ്യുമ്പോൾ വയർ എന്ത് ചെയ്യും? സ്ലൈറ്റ്ലി എന്ത് ചെയ്യും? അതിൻ്റെ ലെങ്ത് കൂടും. മാസ് കൂടുന്നതനുസരിച്ച് ലെങ്ത് ഇൻക്രീസ് ആവും. അത് ഹൂക്സ് ലോ പറയുന്നതാണ്, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. First one, name and state the law that related to the restoring force developed in the wire and its deformation. Okay. B, find out the load to be suspended at the end of a brass wire at length 18 meter to stretch it through 1 meter. The diameter of wire is 0.2 meter. Young's modulus is 90 gigapascal. പാസ്കൽ എന്ന് പറയുന്ന പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്, സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ആണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിൻ്റെ യൂണിറ്റും ആണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ജിഗ, ടെറ, മെഗാ, കിലോ ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയിലാണ് തോന്നുന്നു അതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, അത് ഫിസിക്സിലും പറഞ്ഞു തരേണ്ടത്. ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി കിലോ എത്രയാണ്, 10⁻³ ആണ്, മെഗാ 6 ആണ്, ജിഗ എന്ന് പറഞ്ഞാൽ 9 ആണെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ ആദ്യം അറിഞ്ഞിരിക്കുക. സോ നമുക്ക് ആൻസറിലേക്ക് മൂവ് ചെയ്യാം. ലോ ഹൂക്സ് ലോ ആണ്. According to Hooke's law, for small deformation that is within proportional limit, stress is proportional to strain. എപ്പോഴും ഒരു വയറിൽ ലോഡ് ആഡ് ചെയ്തുകൊണ്ടിരുന്ന എപ്പോഴും ഹൂക്സ് ലോ ഉണ്ടാവില്ല. ഇതുവരെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ. ആ പ്രൊപ്പോർഷണൽ ലിമിറ്റ് കഴിഞ്ഞാൽ ഹൂക്സ് ലോ എന്ത് ചെയ്യില്ല? ഒബേ ചെയ്യില്ല. അപ്പോൾ ആ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നമുക്ക് ചോദിക്കും എവിടേക്കാണ് ഹൂക്സ് ലോ ഒബേ ചെയ്യുക? ഹൂക്സ് ലോ ഒബേ ചെയ്യാത്ത റീജിയൻ. അപ്പോൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് അപ്പുറം എന്ത് ചെയ്യില്ല? ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല. അത് കഴിഞ്ഞാൽ എലാസ്റ്റിക് ലിമിറ്റ് നമ്മൾ പറയും അത് പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിനോട് കമ്പയർ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. ഇനി ആ പ്രോബ്ലത്തിലേക്ക് പോവാം. ലോഡാണ് കാണേണ്ടത്. ലോഡ് മീൻസ് mg. ശ്രദ്ധിക്കണം, വെയിറ്റ് ആണ് ലോഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് ഫോഴ്സ് എന്ന് വേണം പറയാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലോഡ് ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ മാസ് ആകുമ്പോൾ ശ്രദ്ധിക്കണം m മാത്രമാണ്. W എന്ന് പറഞ്ഞാൽ mg ആണ്, അത് മാറിപ്പോരുത്. വെയിറ്റും മാസും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg, മാസ് മീൻസ് m മാത്രം കണ്ടാൽ മതി. അപ്പോൾ g മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ലോഡ് മീൻസ് ഫോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ ആണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന് പിന്നെ പകരമാണ് ലോഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡെൽറ്റ എൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെൽറ്റ എൽ 1 മീറ്റർ തന്നിരിക്കുന്നു. 1 മീറ്റർ അത്രയൊന്നും ശരിക്കും വരില്ല പ്രാക്ടിക്കലി. 1 മില്ലിമീറ്ററൊക്കെ വരുള്ളൂ. മില്ലിമീറ്റർ 10⁻³ എടുക്കാം, ഓർമ്മ വേണം. സെൻറ്റിമീറ്റർ ആണെങ്കിൽ -2 എടുക്കാൻ ഓർമ്മ വേണം. തെറ്റിക്കരുത്. എല്ലാ SI യൂണിറ്റിലേക്ക് മാറ്റണം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത് മാറി. ഫോർ എക്സാമ്പിൾ 1 മീറ്ററുള്ള ഒരു വയർ 1.1 ആയാൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 0.1 ആണ്, അല്ലാണ്ട് 1.1 അല്ല. ചില പ്രോബ്ലം ചെയ്യുമ്പോൾ ചില ഇതിങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്, മാറ്റം വന്ന ലെങ്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യും ഓർക്കേണ്ടത്. അതേപോലെ യങ്സ് മോഡുലസ് തന്നിരിക്കുന്നത് ജിഗയാണ്, 10⁻⁹ ആണ്. അപ്പോൾ അതും ഇടാൻ ഓർമ്മ വേണം. അങ്ങനെ നമ്മൾ ലോഡ് കണ്ടു. ലോഡ് എന്ന് പറയുന്നത് 1.5 × 10⁸ ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറയുന്നത് ലോഡിൻ്റെ വെയിറ്റിൻ്റെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണത്. അപ്പോൾ യൂണിറ്റും ശ്രദ്ധിക്കണം. ലോഡ് എന്ന് പറയുന്നത് അവസാനം കിലോഗ്രാം എന്ന് എഴുതി വെച്ചാൽ ആൻസർ തെറ്റും. കിലോഗ്രാം 9.8 മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ അത് വെയിറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റും ലോഡിൻ്റെ യൂണിറ്റും വെയിറ്റിൻ്റെ യൂണിറ്റൊക്കെ ന്യൂട്ടനാണ്. ആ കാര്യം കൂടി ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം ശ്രദ്ധിക്കുക. യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിച്ച് പഠിക്കാൻ നോക്കുക. കാരണം പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ അത് വളരെ ഉപകാരവും മാർക്ക് നീണ്ട പോകുന്നതും അതുപോലെ തന്നെ പ്രോബ്ലത്തിലും മാർക്ക് പോകുന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ എല്ലാത്തിനും യൂണിറ്റ് SI യൂണിറ്റ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനിയോ അടുത്ത കൺസെപ്റ്റ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. So draw the stress strain graph of a loading wire. Mark the following points.
ചിലപ്പോൾ ഒരു പോയിന്റ്സ് തരും, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഗ്രാഫ് വരച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയും. എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതൊക്കെ പോയിന്റ്സ് നോക്കാം. എലാസ്റ്റിക് ലിമിറ്റ് ഫസ്റ്റ് പോയിന്റ്, ഫ്രാക്ചർ പോയിന്റ് സെക്കൻഡ് പോയിന്റ്, പ്ലാസ്റ്റിക് റീജിയൻ ആൻഡ് എലാസ്റ്റിക് റീജിയൻ. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചിട്ട് ഈ 4 റീജിയൻ മാർക്ക് ചെയ്യണം. ഓക്കെ, ആൻസർ നോക്കാം. ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, എക്സ് ആക്സിൽ സ്ട്രെയിൻ ആണ്, വൈ ആക്സിൽ സ്ട്രെസ് ആണ്. അത് അങ്ങോട്ട് മാറിപ്പോകരുത്. പിന്നെ ഫസ്റ്റ് കുറച്ച് ലീനിയർ ആയി വരും, പിന്നെ കുറച്ച് ഹൈക്കാവും, പിന്നെ ഇത് പോവും. അപ്പോൾ അതിൽ എലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത് എലാസ്റ്റിക് ലിമിറ്റ് വരെയാണ് എലാസ്റ്റിക് റീജിയൻ. അത് കഴിഞ്ഞാലാണ് അത് പ്ലാസ്റ്റിക് റീജിയൻ വരുന്നത്. പിന്നെ ഫ്രാക്ചർ പോയിന്റ്, ഇതല്ലാതെ പ്രൊപ്പോർഷൻ ലിമിറ്റ് ഉണ്ട്, എവിടെയൊക്കെ ഹൂക്സ് ലോ ഒബേ ചെയ്യുക, അപ്പോൾ ആ കാര്യങ്ങൾ നോക്കണം. പിന്നെന്താണ് അതുപോലെ തന്നെ ഒരു പ്രൊപ്പോർഷൻ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ അതാണ് ചെറിയ സ്ട്രെസ്സിന് തന്നെ വലിയ സ്ട്രെയിൻ ഉണ്ടാകുന്നത്. അതാണ് ഗ്രാഫ്, അങ്ങനെ ഒരു ഗ്രാഫ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പോയിന്റ്സ്. ജസ്റ്റ് എക്സാം ഇടുമ്പോൾ ജസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും 4 പോയിന്റ്സാണ് മാർക്ക് ചെയ്യുക. എലാസ്റ്റിക് ലിമിറ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ എലാസ്റ്റിക് ലിമിറ്റ് വരണം, അതിൻ്റെ എലാസ്റ്റിക് റീജിയൻ കാണിക്കുക. എലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പിന്നെ പ്ലാസ്റ്റിക് റീജിയനാവും. ഏറ്റവും ലാസ്റ്റാണ് ഫ്രാക്ചർ പോയിന്റ്, കയറ് പൊട്ടിപ്പോകാനോ വെയിറ്റ് താങ്ങാൻ കഴിയുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ്സും കഴിഞ്ഞ് പിന്നെയാണ് ഫ്രാക്ചർ പോയിന്റിലേക്ക് എന്ത് ചെയ്യുക കട. ഇതേപോലെ തന്നെ അൾട്ടിമേറ്റ് സ്ട്രെസ്, ഈൽഡ് സ്ട്രെസ് ഒക്കെ മാർക്ക് ചെയ്യാൻ ചോദിക്കും, അതുകൂടി മാർക്ക് ചെയ്യാൻ പഠിച്ചിരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റബ്ബേഴ്സ് ആർ ഷോൺ ബിലോ. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണ്. 2 സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന് വ്യത്യസ്തമായ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. ഇത് ലൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കാം. Which of the 2 rubber material would you choose for a car tire? ഈ 2 റബ്ബറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. ഇതിൽ ഏത് മെറ്റീരിയലാണ് കാറിൻ്റെ ടയറിന് ഉപയോഗിക്കുക? സെക്കൻഡ് വൺ, എ ഹെവി മെഷീൻ ഈസ് ടു ബി ഇൻസ്റ്റാൾഡ് ഇൻ എ ഫാക്ടറി. To absorb vibration of the machine, a block of rubber is placed between the machine and the floor. Which of the 2 rubbers would you prefer to use the purpose? ഒരു ഹെവി മെഷീൻ എന്ത് ചെയ്യണം, ഒരു ഫാക്ടറിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നോർമലി മെഷീൻസോ അല്ലെങ്കിൽ വലിയ വലിയ നമ്മൾ ഒബ്ജക്ട്സ് വയ്ക്കുമ്പോൾ അടിയിൽ ബുഷൊക്കെ വയ്ക്കും അല്ലേ. അപ്പോൾ ആ വയ്ക്കുന്ന റബ്ബർ ഏത് മെറ്റീരിയൽ ആവണം, ഫസ്റ്റ് ആണ് സെക്കൻഡ് ആണോ? അപ്പോൾ ഇതിന് അറിയുന്ന കുറച്ച് കൺസെപ്റ്റ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ എ ആണ് കാറിന് ഉപയോഗിക്കേണ്ടത്. അതെന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ബി ആണ് ഫാക്ടറിയിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്റെ ഹിസ്റ്റീരിയസ് ലൂപ്പ് കുറവാണ്, ഏരിയ കുറവാണ്, ഒരു കാര്യം മനസ്സിലായി. സെക്കൻഡ് വൺ ഏരിയ കൂടുതലാണ്. അപ്പോൾ ഏരിയ കൂടുതലാണ് ഫാക്ടറിയിൽ ഉപയോഗിച്ചത്, ടയറിന് ഉപയോഗിച്ച ഏരിയ കുറവാണ്. ആ ഒരു കൺസെപ്റ്റാണ് മാച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. അതായത് ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ റബ്ബേഴ്സ് ഷോൺ ദാറ്റ് ദേ ഡു നോട്ട് ഒബേ ഹൂക്സ് ലോ. നമുക്കറിയാം അത് ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല. ഹൂക്സ് ലോ ഒബേ ആണെങ്കിൽ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഇൻക്ലൈൻഡ് അവർ സ്ട്രെയിറ്റ് ലൈൻ അവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ ഹൂക്സ് ലോ ഒബേ ചെയ്യാത്തതാണ്. കാരണം ലാസ്റ്റ് ടൈം നമ്മൾ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യില്ല, ഹൂക്സ് ലോ ഒബേ ഇല്ല. ആൻഡ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഡിഫറെൻറ്റ് ഫോർ ഇൻക്രീസിങ് സ്ട്രെസ് ആൻഡ് ഡിക്രീസിങ് സ്ട്രെസ്. അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് കൂടുമ്പോൾ ഒരു ഗ്രാഫ് അല്ല, തിരിച്ച് കുറയുമ്പോഴുള്ള ഗ്രാഫ്. വേറെ രണ്ട് ലൈനും വെവ്വേറെ വന്നിരിക്കുന്നത്. പിന്നെ വരകൾ തിരിച്ചു വന്നില്ല. അത് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ഗ്രാഫാണ്, തിരിച്ചു വരുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ വേറെ ഗ്രാഫാണ് വന്നിരിക്കുന്നത്. അതാണ് ആ പറഞ്ഞത്. ആൻഡ് ദിസ് ലൂപ്പ് ഈസ് കോൾഡ് ഹിസ്റ്റീരിയസ് ലൂപ്പ്. ഈ ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റീരിയസ് ലൂപ്പ്. തുടങ്ങി പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേറൊരു വഴിയിലൂടെ പോയി, തിരിച്ചു വരുമ്പോൾ വേറെ വഴിയിലൂടെ വന്നു. അതാണ് ഹിസ്റ്റീരിയസ് ലൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഏരിയ ഓഫ് ദിസ് ലൂപ്പ് ഇൻഡിക്കേറ്റ്സ് എനർജി അബ്സോർബ്ഡ് ബൈ ദ റബ്ബർ ഡ്യൂറിങ് 1 സൈക്കിൾ ഓഫ് എലാസ്റ്റിക് പ്രോസസ്. അതായത് ഈ റബ്ബർ, പിന്നെ നമ്മൾ റബ്ബറിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ടയറിൽ കാറിന് വെയിറ്റ് കൊണ്ട് ടയർ എന്ത് ചെയ്യും, കുറച്ച് എന്താണ് ഒന്ന് താഴെ കുറച്ച് കംപ്രസ്ഡ് ആവും, പിന്നെ എന്ത് ചെയ്യും, അത് റിലീസ്ഡ് ആവും. അപ്പോൾ ഇതാണ് ഒരു കംപ്രഷൻ എന്താണ് റിലീസിങ് ആവുന്ന ഇതാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൽ എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ 2 ഗ്രാഫിൽ ഏരിയ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫിൽ ഏരിയ കുറവാണ്, അതിനകത്ത് എന്താണ്, അവിടെ എനർജി അബ്സോർബ് ചെയ്യുന്നത് കുറവായിരിക്കും. സെക്കൻഡ് ഗ്രാഫിൽ കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യും, അതുകൊണ്ടാണ് അതിൻ്റെ ഏരിയ കുറച്ച് വലുതായിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, റബ്ബർ സ്മോളർ ഏരിയ ആണ്. സ്മോളർ ഏരിയ ആകുമ്പോൾ അവിടെ എനർജി കുറച്ച് എന്ത് ചെയ്യുള്ളൂ, അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ ടയർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ വെയിറ്റ് കൊണ്ട് ടയറിന് എന്ത് വരും, കംപ്രഷൻ വരും. അതുപോലെ തന്നെ അത് ജസ്റ്റ് പ്രീവിയസ് പൊസിഷനിലേക്ക് അത് പിന്നെ വരുമ്പോൾ അത് എനർജി അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. എനർജി അബ്സോർപ്ഷൻ കുറയുമ്പോൾ ടെമ്പറേച്ചർ റൈസ് കുറയും. അല്ല, കൂടുതൽ എനർജി അബ്സോർബ് ചെയ്താൽ ടെമ്പറേച്ചർ കൂടും, ടയർ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത്, കാറിൻ്റെ ടയറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ സെക്കൻഡ് കേസിൽ അങ്ങനെയല്ല, നമുക്ക് കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യണം. കാരണം വൈബ്രേഷൻ അബ്സോർബ് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്താണ്ടാവുള്ളൂ, തറയിൽ ഫ്ലോറിലേക്ക് വൈബ്രേഷൻ പോവാതിരിക്കുള്ളൂ. ഫ്ലോറിലേക്ക് വൈബ്രേഷൻ പോയാൽ ഫ്ലോർ ബ്രേക്ക് ചെയ്യില്ലേ. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് കേസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, വലിയ ഹ്യൂജ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഹിസ്റ്റീരിയസ് ലൂപ്പ് കൂടുതലുള്ള
പിന്നെ റബ്ബേഴ്സാണ് എന്ത് ചെയ്യുക പ്രിഫർ ചെയ്യുക. കാരണം അതെന്ത് ചെയ്യും, കൂടുതൽ വൈബ്രേഷൻ എനർജി അബ്സോർബ് ചെയ്യാൻ അത് പറ്റും. കാരണം അതിന് കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് കൂടുതൽ വലിയ ഏരിയ വരാനുള്ള കാരണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഇപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം നോക്കണം, പ്രത്യേകം മനസ്സിലാക്കണം. ഇത് ഹൂക്സ് ലോ ഒബേ ചെയ്യാത്ത ഇതാണ്. നെക്സ്റ്റ് കൺസെപ്റ്റ്, application of elastic behavior of materials. Elasticity is the property of matter that is characterized by atomic packing. For an elastic solid, stress applied is directly proportional to strain produced in it. Hooke's law. Okay. The stress versus strain graph of three materials A, B, C are shown below. മൂന്ന് ഗ്രാഫ് വന്നിട്ട്, മൂന്ന് ഗ്രാഫ് മീൻസ് മൂന്ന് മെറ്റീരിയലാണ്. ഒരു ഗ്രാഫിൽ മൂന്ന് പ്ലോട്ടിങ്സ് ഉണ്ട്, അത് മൂന്ന് മെറ്റീരിയലാണ് കാണിക്കുന്നത്. ഇനി എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതാണ് ഗ്രാഫ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. മൂന്ന് ഗ്രാഫാണ്, ലീനിയർ ഗ്രാഫാണ്, ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട് ഗ്രാഫാണ്. അപ്പോൾ വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, എ, ബി ഓർ സി? ജസ്റ്റിഫൈ യുവർ ആൻസർ. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് അറിയാം. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ മോഡുലസ് ഓഫ് ഇലാസിറ്റിയാണ് കിട്ടുക. നമ്മൾ പഠിച്ചാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസിറ്റിയാണ്. എനിഹൗ, then second question, if the bulk modulus of water is 2 × 10⁹ Newton meter raised to -2, find its compressibility. ബൾക്ക് മോഡുലസ് ആണ്, കംപ്രസിബിലിറ്റി ആണ്. വളരെ സിമ്പിളാണ്. C = 1/B. നമ്മൾ ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയുന്നതാണ്. എനിഹൗ, why are girders of supporting roofs formed in shape of I? ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ നമ്മളെ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ടീച്ചേഴ്സ് പറയുന്നൊരു കൺസെപ്റ്റാണ് ഐ ഷേപ്പ് ഗിഡേഴ്സ്. ക്ലിയർ? അപ്പോൾ ഓരോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എ ആണ് സ്ലോപ്പ് കൂടുതൽ, കാരണം ചരിവ് കൂടുതൽ എയ്ക്കാണ്, സിക്കാണ് ഏറ്റവും ചരിവ് കുറവ്. അപ്പോൾ എ ആണ് മോർ ഇലാസ്റ്റിക്. ദ സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഗീവ്സ് എ മോഡുലസ് ഓഫ് ഇലാസിറ്റി ആൻഡ് സ്ലോപ്പ് ഓഫ് എ ഇസ് മോർ ദാൻ അതേഴ്സ്, ഹെൻഡ് ഇസ് മോർ ഇലാസ്റ്റിക്. ഇതിൽ വേറൊരു കൺസെപ്റ്റ് ചോദിക്കും, വിച്ച് സ്ട്രോങ്ങർ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, സ്ട്രോങ്ങർ ഈ ഇങ്ങനെ, അതായത് സ്ട്രോങ്ങർ നോക്കുമ്പോൾ ചെയ്യേണ്ടത് ആർക്കാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് കൂടുതൽ അവർക്കാണ് സ്ട്രോങ് കൂടുതൽ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഗ്രാഫിൽ അത് വരില്ല, എങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് ഇതിനോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി കംപ്രസിബിലിറ്റി സിമ്പിളാണ്. 1/B ആണ്, ബൾക്ക് മോഡുലസ് ആണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. സോ സിംപ്ലി വി ക്യാൻ 5 × 10⁻10 m²/N. കാരണം നേരെ ഇതിന് തിരിച്ചുള്ള യൂണിറ്റ് വരും. Newton m²-2 ആകുമ്പോൾ കംപ്രസിബിലിറ്റി ആകുമ്പോൾ m²/N. ക്ലിയർ? Then why are girders for supporting roofs formed in a shape of I? ഇപ്പോൾ എക്സാമിന് ഇത്ര എഴുതിയാൽ മതി, പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. The girders with the shape I have maximum strength, maximum load bearing area and less depression, less buckling and also more economic compared to the other shapes. It can be explained on the basis of elastic properties of material. I shape ആകുമ്പോൾ അതിൻ്റെ മേലെയും താഴെയും അതിന് ഏരിയ കൂടുതലാണ്, അപ്പോൾ കൂടുതൽ ലോഡ് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വഹിക്കാൻ പറ്റും. അതേപോലെ തന്നെ ബിറ്റ്വീൻ അതിന് അത്ര പിന്നെന്താണ് ലെങ്ത്ത് വളരെ ചെറിയ നാരോ അല്ലേ, അപ്പോൾ അത്രയും നമുക്ക് മെറ്റീരിയൽ ആവശ്യമില്ല, അപ്പോൾ അത്രയും മെറ്റീരിയൽ കുറവാണ്. അപ്പോൾ അതിന് ശരിക്കും നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണ് പറയേണ്ടത്. നമുക്ക് ഡിപ്രഷൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ്സിനോടൊപ്പം തന്നെ ഇതിൽ ആ ഡിപ്രഷൻ്റെ ഇക്വേഷൻ കൂടി എഴുതി വയ്ക്കുക. അപ്പോൾ ആ ആൻസർ കംപ്ലീറ്റ് ആയി. ദാറ്റ് ഈസ് ആ ഇക്വേഷൻ നമുക്കറിയാം, ഡിനോമിനേറ്റർ നോക്കിയാൽ അറിയാം, B d³ ആണ്. അപ്പോൾ d³ മീൻസ് ആ ഡെപ്ത്, ദ തിക്നെസ് കൂട്ടിയാൽ ഡിപ്രഷൻ കുറയും. തിക്നെസ് കൂടുക എന്ന് പറയുമ്പോൾ ഐ ഷേപ്പ്, അപ്പോൾ മൊത്തം കൂട്ടിയാലോ, മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എന്താ വെയിറ്റ് കൂടും, അത്രയും മെറ്റീരിയൽ ആവശ്യമാണ്. അപ്പോൾ മേലെയും താഴെയും മാത്രം കൂട്ടുക, നടുവിൽ കൂട്ടാതിരിക്കുക. അപ്പോൾ ഐ ഷേപ്പ്, അതിന് ഐ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഐ ഷേപ്പ് കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്, ഇത്ര എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ആ പ്രീവിയസ് തന്ന സ്റ്റേറ്റ്മെൻറ്റും ഈ ഇക്വേഷൻ എഴുതി വയ്ക്കുക. അപ്പോൾ അതിൽ എന്താണ് തിക്നെസ്സിനാണ് കൂടുതൽ ഫാക്ടർ. അപ്പോൾ തിക്നെസ് കൂട്ടുമ്പോൾ മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. അപ്പോൾ മേലെയും താഴെയും എന്ത് ചെയ്യുന്നു, തിക്നെസ് കൂട്ടുന്നു, നടുവിൽ തിക്നെസ് കൂട്ടുന്നില്ല. അപ്പോൾ അതാണ് ഐ ഷേപ്പ് കൺസ്ട്രക്ഷനായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. മൊത്തം ചെയ്താൽ കുഴപ്പമില്ല, എന്ന് വെച്ചാൽ അത്രയും മെറ്റീരിയൽ ആവശ്യമാണ്, പിന്നെ ബക്ലിംഗ് എഫക്റ്റ് വരും, വെയിറ്റ് കൂടുക, അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് ഐ ഷേപ്പ് കൺസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നോക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് സസ്റ്റെയിൻ ഗ്രാഫ് തന്നെയാണ്. പിന്നെ യങ്സ് മോഡുലസിലെ പ്രോബ്ലംസും കൂടി കുറച്ച് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 10 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ഒരുപാട് കൺസെപ്റ്റ്സ് നമുക്ക് നോക്കാനുണ്ട്. 1 by 1 നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, പാസ്കൽസ് ലോ. പാസ്കൽസ് ലോയിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക് എന്ന കൺസെപ്റ്റൊക്കെ നോക്കണം. അതിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് നോക്കുമ്പോൾ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നോക്കണം, ചെറിയൊരു ഫോഴ്സ് കൊടുത്ത ഫോഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആ ഇക്വേഷൻ നോക്കണം. അതിലേക്ക് അത് പോകുന്നതിന് മുന്നേ തന്നെ എക്സസ് പ്രഷർ, ഗേജ് പ്രഷറിൻ്റെ ഡെറിവേഷൻ ρgh, ആ ഡെറിവേഷൻ ഇപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റാണ്. പിന്നെ പ്രഷർ സ്ട്രെസ് ഡിഫറൻസ്, ആ ഒരു കൺസെപ്റ്റും അതോടൊപ്പം നോക്കാം. ദെൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ദാറ്റ് ഇസ് A is constant. ഏരിയ കൂടിയ വെലോസിറ്റി കുറയും, ദെൻ ഏരിയ കുറഞ്ഞ വെലോസിറ്റി കൂടുന്ന കൺസെപ്റ്റ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ബേസ്ഡ് കൺസെപ്ഷൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡെറിവേഷനും ഉണ്ട് അതിൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ, ബെർണോളിസ് പ്രിൻസിപ്പിൾ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ദിസ് ചാപ്റ്റർ. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ.
അതായത് ബെർണോളിസിൻ്റെ ആപ്ലിക്കേഷൻ, ടോറിസിലിസ് ലോ, വെഞ്ചുരി മീറ്റർ, ആ ഒരു കൺസെപ്റ്റ്. ദെൻ എന്താണ് ഒരുപാട് ആപ്ലിക്കേഷൻസ് തന്നിട്ട് ഇത് എന്ത് പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ് അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഡെറിവേഷൻ പഠിച്ചു വയ്ക്കുക, ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, എൻ്റെ ടോറിസിലിസിൻ്റെ വെഞ്ചുരി മീറ്റർ ഡെറിവേഷൻ പഠിച്ചു വയ്ക്കുക. ടോറിസിലിസിലേക്കാണ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്താണ്, യൂണിറ്റ് എന്താണ്, അതുപോലെ തന്നെ കൺവേർഷൻ 1 പോയ്സിലി 10 പോയ്സ് ആണ്, ഡയമെൻഷൻ ml⁻⁻1 t⁻⁻1 അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ വാട്ടർ ആൻഡ് ആൽക്കഹോൾ ലെസ് വിസ്കസ് ദാൻ കോൾ വാട്ടർ, പിന്നെ ടാർ, ഹണി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ആ വിസ്കോസിറ്റിയിൽ എന്ത് ചെയ്യുക വരിക. ദെൻ സ്റ്റോക്സ് ലോ, വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ്. ഒരു മറ്റ് സ്പിയർ ഒരു ലിക്വിഡ് ഫ്ലൂയിഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഫോഴ്സസ് വരും, വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് എത്രയാണെന്ന് കാണാനൊരു ലോ ആണ്. അപ്പോൾ ഡെറിവേഷൻ എന്ത് ചെയ്യണം, അതിൽ പഠിച്ചു വെക്കണം. ദെൻ റൈനോൾഡ് നമ്പർ, ഫ്ലൂയിഡ് സ്റ്റഡി സ്റ്റേറ്റ് ആണോ അൺസ്റ്റഡി സ്റ്റേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ആ നമ്പേഴ്സ് വെച്ച് നമ്മൾ പറയും. അതിൻ്റെ ഇക്വേഷൻസും അതിൽ പഠിച്ചു വെക്കണം. ദെൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി ആർ ഈക്വൽ. ദെൻ ഓയിൽ ആൻഡ് വാട്ടർ ഡസ് നോട്ട് മിക്സ്ഡ്, ആ ഒരു കൺസെപ്റ്റ് അതിൽ നോക്കണം. കാപ്പിലറിയായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ഒരു കൺസെപ്റ്റ് വരിക. സർഫസ് ടെൻഷനും കാപ്പിലറി ഒരുമിച്ച് ചോദിക്കാം. ദെൻ ലാസ്റ്റ് വൺ കാപ്പിലറി. അപ്പോൾ കാപ്പിലറിൻ്റെ ഇക്വേഷൻ, കാപ്പിലറി റൈസിൻ്റെ ഇക്വേഷൻ, ക്യുൽ ട്യൂബിൻ്റെ തിക്നെസ് കുറഞ്ഞ റൈസ് കൂടും, അതിന് കാരണം എന്താണ്, അങ്ങനത്തെ കൺസെപ്റ്റ് ചോദിക്കാം. അതേനോടൊപ്പം തന്നെ ഇതിൽ ഒന്നിച്ച് വരുന്നത് എക്സസ് പ്രഷർ ഇൻസൈഡ് എയർ ബബിൾ, എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് എന്ന കൺസെപ്റ്റ്. അപ്പോൾ ആ കൺസെപ്റ്റ് നോക്കുമ്പോൾ സർഫസ് അറിയണം, 2 സർഫസ് ആണ് 2s, പിന്നെ 4s ബൈ ആർ, 1 സർഫസ് ആണ് 2s ബൈ ആർ, ആ കൺസെപ്റ്റ്സുകൾ മാറിപ്പോയത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഒരുപാട് കൺസെപ്റ്റ്സുകളുണ്ട്. അപ്പോൾ അതിൽ ബെർണോളിസ് പ്രിൻസിപ്പിളാണ് ഫസ്റ്റ് കൺസെപ്റ്റിൽ ചോദിക്കാൻ ചാൻസസ്. പിന്നെ ഡെറിവേഷൻ ക്വസ്റ്റൻസ് ഒക്കെയാണ് സ്റ്റോക്സിലോ ഡെറിവേഷനിൽ വരാം. അതുപോലെ തന്നെ കാപ്പിലാരിറ്റി ഡെറിവേഷനായി ചോദിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ദെൻ ഈ എക്സസ് പ്രഷർ ഇൻസൈഡ് എയർ ബബിൾ, എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ്, ആ ഒരു ഡെറിവേഷൻസ് എന്ത് ചെയ്യാം അതിൽ ചോദിക്കാം. പിന്നെ ഒരു 2 മാർക്ക് ക്വസ്റ്റൻസ് വേറെ ഒരു പോർഷൻ കിട്ടും. അപ്പോൾ നമുക്ക് പാസ്കൽസ് ലോ ആദ്യം നോക്കാം. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇസ് എ ഡിവൈസ് യൂസ് ടു ലിഫ്റ്റ് ഹെവി ലോഡ്സ്. അറിയുന്നതാണ്, ലിഫ്റ്റുകൾ ഹെവി ഒബ്ജക്ട്സിന്, ലോറികൾ അല്ലെങ്കിൽ വലിയ വലിയ ഒബ്ജക്ട്സിന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റ്. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് ദിസ് ഡിവൈസ്. ആൻസർ നമുക്കറിയാം പാസ്കൽസ് ലോ. അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് പഠിക്കേണ്ടത്. ദ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ശ്രദ്ധിക്കണം, ഇസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദേ ആർ ഇൻ ദ സെയിം ലെവൽ ഓർ സെയിം ഹൈറ്റ്. നമുക്കറിയാം ഫ്ലൂയിഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു റെസ്റ്റിലാണെങ്കിൽ, കണ്ടിന്യൂസ് റെസ്റ്റിലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്ന പോയിന്റ് എടുക്കണമെങ്കിൽ അതേ ആ ഫ്ലൂയിഡിൽ എവിടെ ആ ഹൈറ്റിൽ പോയിന്റ് എടുത്താലും ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സെക്കൻഡ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിഷൻ. ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിഷൻ ആണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ലിഫ്റ്റിംഗ് ഇത് ഉപയോഗിക്കുന്നത്. Pressure applied to an enclosed fluid will be transmitted equally, അതാണ് ഈക്വലി അൺഡിമിനിഷ്ഡ്. കൊടുക്കുന്നത് എത്രയാണോ അത് തുല്യമായി ഒട്ടും കുറയാതെ എല്ലാ പോർഷനിലേക്കും നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഒരു പാർട്ടിക്കൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഒരു പോർഷനിൽ ഫോഴ്സ് കൊടുക്കുക, എന്നിട്ട് വലിയ ഫോഴ്സിൽ വലിയൊരു പോർഷനിൽ വലിയൊരു ഏരിയയിൽ ഫോഴ്സ് തിരിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ അത് ഫോഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ടെക്നിക്ക്. ഈക്വലി അൺഡിമിനിഷ്ഡ്, കൊടുക്കുന്ന ഫോഴ്സ് തുല്യമായി ഒട്ടും കുറയാതെ തന്നെ എല്ലാ പോർഷനിലും കിട്ടുകയാണ് ഫോഴ്സ് കോമ്പണൻസ്. അതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതൊരിക്കലും വയലേഷൻ ഓഫ് എന്താണ് ലോ അല്ല. ക്ലിയർ? അപ്പോൾ അത് നമുക്കറിയാം. അപ്പോൾ ആ ഇക്വേഷൻ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ആൻഡ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അവിടെ AV is constant, ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും. ഓക്കെ, ഇൻ എ ഫിഗർ എ ലിക്വിഡ് ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൽ ശ്രദ്ധിക്കേണ്ടത് ക്രോസ് സെക്ഷൻ ബിയിൽ കുറവാണ്, എയും സിയും കൂടുതലാണ്. ഓക്കെ, വേർ ഇറ്റ്സ് എ വെലോസിറ്റി ഓഫ് ലിക്വിഡ് മാക്സിമം. വൈ, എവിടെയായിരിക്കും ലിക്വിഡിൻ്റെ വെലോസിറ്റി മാക്സിമം? പൈപ്പിലൂടെ ലിക്വിഡ് പോകുമ്പോൾ എവിടെയായിരിക്കും വെലോസിറ്റി മാക്സിമം? എന്തുകൊണ്ട്? ബി, a garden hose having an internal diameter of 2 cm is connected to lawn sprinkler that contains of an enclosure with 12 holes, each 0.2 cm diameter. In water, the hose has a speed 1.2 meter per second. At what speed does it leave the sprinkler holes? അതായത് ഒരു പൈപ്പ് ഉണ്ട്, പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 cm ആണ്. അതിലേക്ക് ഒരു സ്പ്രിംഗ്ലർ കണക്ട് ചെയ്തു. സ്പ്രിംഗ്ലറിന് 12 ഹോൾസ് ആണ്. അപ്പോൾ ഈ ഒരു പൈപ്പിൽ ഈ 2 cm ഡയമീറ്ററോടെ വരുന്ന പൈപ്പിലൂടെ വെള്ളം ഈ 12 ഹോളിലൂടെ എന്തെങ്കിലും പുറത്തേക്ക് വരും. ആ ഓരോ ഹോളിനെയും 0.2 cm ആണ് ഡയമീറ്റർ. എങ്കിൽ സ്പ്രിംഗ്ലറിലൂടെ പുറത്തു വരുന്ന 12 ഹോളിലൂടെ പുറത്തു വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി എന്താണ്? അതാണ് ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് വൺ അറിയാം, അറ്റ് ബി ആണ് കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക, കാരണം നമ്മുടെ ഏരിയ കുറവാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ദ വോളിയം ഓഫ് fluid flowing per second through a pipe, that is rate of flow എന്ന് പറയുന്നത് at any cross section is constant ആയിരിക്കും. So as area decreases velocity increases. അപ്പോൾ അവിടെ ബി എന്താണ്, സിമ്പിളായിട്ട് പറയാം, ബി എന്നാണ് ഏരിയ കുറവാണ്, ക്രോസ് സെക്ഷൻ ഏരിയ കുറവാണ്, അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും അവിടെ കൂടുതലായിരിക്കും. അതാണ് ആൻസർ. ഇനി സെക്കൻഡ് വൺ പ്രോബ്ലം ചെയ്യും, നമുക്ക് നോക്കാം. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം AV കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് AV എന്ന് പറയുന്നത്
വലിയ പൈപ്പാണ്. 12 ഇൻറ്റു AV എന്ന് പറയാൻ കാരണം ആ വലിയ പൈപ്പിലൂടെ വരുന്ന വെള്ളം 12 ഹോളിലൂടെ പുറത്തു പോകണം. അതാണ് 12 ഇൻറ്റു AV. അത് രണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. AV1 = 12 ഇൻറ്റു AV2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ πr² ആണ്. കാരണം സർക്കുലർ ഫോം ആകുമ്പോൾ തന്നിരിക്കുന്ന ഡയാമീറ്റർ ആണ്. അതിൻ്റെ റേഡിയസ് എടുക്കാൻ മറക്കരുത്. 2 സെൻറ്റിമീറ്റർ ആണ്. 2 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യും, മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് V2 കിട്ടും. V1 എന്ന് പറഞ്ഞാൽ വലിയ ഹോഴ്സിലൂടെ വരുന്ന വെലോസിറ്റി, അതാണ് പിന്നെ 1.2 മീറ്റർ എന്ന് പറയുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 10 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ശ്രദ്ധിച്ചറിയാം, വലിയ ഹോഴ്സിൽ വരുന്നതിനേക്കാളും സ്പീഡ് കൂടുകയാണ്. കാരണം എന്താണ്, ഏരിയ ചെറുതായില്ല, അപ്പോൾ വെലോസിറ്റി കുറച്ചുകൂടി കൂടി. അപ്പോൾ അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിൽ കാണാം. വലിയ ഹോഴ്സിലൂടെ വരുമ്പോൾ ചെറിയ ഹോളിലേക്ക് വരുമ്പോൾ എന്താണ്, വെലോസിറ്റി കൂടണം. അപ്പോൾ അത് കൂടുന്നുണ്ടോ നമുക്ക് നോക്കുകയും ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ദിസ് ചാപ്റ്റർ. anyhow air is blown in between two pitch balls suspended freely. രണ്ട് ബോളുകൾ, പിച്ച് ബോൾസ് എന്ത് ചെയ്ത് ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയിലൂടെ എയർ കടന്നു പോവുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബോൾസ്? ആ ബോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ആക്ച്വലി ഇത് എക്സാമിന് ഇതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് അട്രാക്ട്സ്, ഇറ്റ് റിപ്പൽസ് എന്നൊക്കെ പണ്ട്, ഓസിലേറ്റ്സ് ഒക്കെ. എനിഹാവ് നോക്കാം. ഗീവ് യുവർ എക്സ്പ്ലനേഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഇൻ ദ സിറ്റുവേഷൻ. ഇതുപോലെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ വരിക. എന്തെങ്കിലും കൺസെപ്റ്റ് ചോദിക്കും, എന്നിട്ട് അതിൻ്റെ ബിഹൈൻഡ് എന്താ ചോദിക്കും, അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, ഇത് ബെർണോളിസ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. ആൻസർ, ദേ അട്രാക്ട് ഈച്ച് അതർ. കാരണം അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഇതാണ്. നമ്മൾ എയർ ബ്ലോ ചെയ്യുമ്പോൾ അവിടെ എയറിൻ്റെ വെലോസിറ്റി കൂടി. എയറിൻ്റെ വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, പിച്ച് ബോൾസിൻ്റെ രണ്ട് സൈഡിലുള്ള പ്രഷർ കൂടുതലാണ്. അപ്പോൾ നടുവിൽ പ്രഷർ കുറവായതുകൊണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും കാറ്റ് നടുവിലേക്ക് വീശാൻ തുടങ്ങും. ബോൾ അട്രാക്റ്റ് ആവും. അപ്പോൾ ഇത് പറയുമ്പോൾ എപ്പോഴും കുട്ടികൾ പറയുന്നത് കണ്ടിട്ടുണ്ട്, PV കോൺസ്റ്റൻറ്റ്. PV കോൺസ്റ്റൻറ്റ് ഒരിക്കലും പറയാൻ പാടില്ല. AV കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. ഇവിടെ നമ്മൾ പറയുമ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ PV കോൺസ്റ്റൻറ്റ് അല്ല, മനസ്സിലാക്കാൻ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയുന്നു മനസ്സിലാക്കി വെക്കുക. പക്ഷെ പറയുമ്പോൾ എപ്പോഴും പറയും P+½ ρv² + ρg is a constant. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ആ ഇക്വേഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എഴുതി കാണിക്കും. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അല്ലാണ്ട് PV കോൺസ്റ്റൻറ്റ് പറയാൻ പാടില്ല. പക്ഷെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. വെലോസിറ്റി ഇൻക്രീസസ്, പ്രഷർ ഡിക്രീസസ്. അതാണ് കൺസെപ്റ്റ്. Blowing of air between the balls increases speed of air in that region and decreases pressure. Velocity കൂടുമ്പോൾ പ്രഷർ കുറയും. ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. There is atmospheric pressure in the region outside the ball. അപ്പോൾ ആദ്യം കാറ്റടിക്കുന്നതിന് മുന്നേ 3 ഭാഗത്തും എന്തായിരുന്നു, അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരുന്നു. പക്ഷേ നടുവിലൂടെ കാറ്റടിച്ചപ്പോൾ അവിടെ പ്രഷർ മാറി, പ്രഷർ കുറഞ്ഞു. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ രണ്ട് സൈഡിലും അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലായി. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, നടുവിലേക്ക് എന്ത് ചെയ്യും, കാറ്റ് വീശാൻ. കാരണം കാറ്റ് എപ്പോഴും ഹൈ പ്രഷർ ടു ലോ പ്രഷറിലേക്കാണ് വീശുക. അപ്പോൾ ബോൾ എന്ത് ചെയ്യും, പരസ്പരം എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒരിക്കലും ലോജിക്കൽ തിങ്കിങ്ങോടെ ആൻസർ ചെയ്യാൻ പാടില്ല. നമ്മൾ ചില ഊതിക്കഴിഞ്ഞാൽ റിപ്പിൾ ചെയ്യുന്നൊക്കെ നമ്മൾ ചിലപ്പോൾ എഴുതുക, അങ്ങനെ നമ്മൾ മനസ്സ് പറയുക. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇക്വേഷനിലേക്കോ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഡെറിവേഷനാണ്. അപ്പോൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഈ ഫിഗറാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു പൈപ്പ് രണ്ട് ഹൈറ്റ് ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഗ്രാവിറ്റേഷൻ ഹെഡ് എന്നൊരു ടേം നമുക്ക് കിട്ടണം. ഇപ്പോൾ H1 ഹൈറ്റ് ചെറുത്, H2 ഹൈറ്റ് വലുതാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറൻ്റ് ആണ്. ഓപ്പണിങ്ങിൽ ഏരിയ കുറവാണ്, അവിടെ ഏരിയ കൂടുതലാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലിക്വിഡ് ഉള്ളിലേക്ക് കടക്കും. അതേ സമയത്ത് പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലിക്വിഡ് അവിടെ നിന്ന് റിലീവ് ചെയ്യും. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ്. അപ്പോൾ ഒന്ന് പോസിറ്റീവ് ആക്കി എടുക്കണം, നെഗറ്റീവ് ആക്കി എടുക്കണം. അപ്പോൾ ഡെറിവേഷനൊക്കെ അറിയുന്നതാണ്, അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നത് ഒരു ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തൊരു പോസ് ചെയ്ത് കാണാം. ലാസ്റ്റ് ഡെറിവേഷനാണ് P+½ ρv² + ρg is a constant. അപ്പോൾ അതിൽ പിന്നെ പ്രഷർ ഹെഡ്, ഗ്രാവിറ്റേഷൻ ഹെഡ്, വെലോസിറ്റി ഹെഡ്, ആ ഒരു കൺസെപ്റ്റ് നോക്കണം. ഇതിൽ നോർമലി ആ പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ്, ഗ്രാവിറ്റേഷൻ ഹെഡ് ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. P/ρg ആണ് പ്രഷർ ഹെഡ്, v²/2g വെലോസിറ്റി ഹെഡാണ്, ആൻഡ് H ഗ്രാവിറ്റേഷൻ ഹെഡാണ്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ പിന്നെ വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ഗ്രൗണ്ടിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഗ്രാവിറ്റേഷൻ ഹെഡ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം പറഞ്ഞ ഓർമ്മ വേണം, PV കോൺസ്റ്റൻറ്റ് പറയാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ P+½ ρv² + ρg is a constant എന്ന് പറയാം, അല്ലെങ്കിൽ P/ρg + v²/2g + h is a constant. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഏതൊരു ഒരു ഫ്ലൂയിഡ്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ ഏത് പോയിന്റ് എടുത്താലും ഈ സംഭവം എന്തായിരിക്കും, പിന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിൽ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്, when velocity increases pressure decreases. anyhow നെക്സ്റ്റ് കൺസെപ്റ്റ് വിസ്കോസിറ്റി ആൻഡ് സ്റ്റോക്സ് ലോ, രണ്ടും കൂടി കണക്ട്, അത് നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ വിസ്കോസിറ്റി ഒരു കാര്യം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്ട്, വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്താണ്, അതുപോലെ തന്നെ വിസ്കോസിൻ്റെ യൂണിറ്റ് ഡയമെൻഷൻസ്, ദെൻ 1 പോയ്സ്, 1 പോയ്സ്, അതൊക്കെ നോക്കണം. അത് മുഴുവൻ ഡിസ്കസ് നമുക്കിവിടെ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോയത്. അത് 1 വേർഡിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 പോയ്സ് ഈസ് ഡാഷ് പോയ്സ്, ദറ്റ്സ് 10 പോയ്സ്. അത് ഡയമെൻഷൻ M L⁻⁻⁻⁻⁻⁻. ഓക്കെ, anyhow
A solid sphere falling through a viscous medium attains a constant velocity called terminal velocity. After some time of its falls, what are the different forces acting on the sphere? They have an expression for terminal velocity in terms of coefficient of viscosity of the medium. അതിൽ ടെർമിനൽ വെലോസിറ്റി ശ്രദ്ധിക്കണം. അതിന് വേറൊരു വാക്കാണ് അൾട്ടിമേറ്റ് വെലോസിറ്റി. അതായത് ഒരു ഫ്ലൂയിഡിലൂടെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ സ്പിയർ ഇങ്ങനെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും. കാരണം നമുക്കറിയാം ഒബ്ജക്റ്റ് താഴേക്ക് വരുന്നവർ ആക്സലറേറ്റ് ചെയ്യും. പക്ഷേ ആക്സലറേറ്റ് സ്പീഡ് കൂടി വരേണ്ടത്. പക്ഷേ കുറേ സമയം കഴിയുമ്പോൾ അതിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആവും. അതിനെ പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് വെലോസിറ്റി എന്ന് പറയും. ഏതുപോലെ വെച്ച് കഴിഞ്ഞാൽ മഴത്തുള്ളികൾ ഇങ്ങനെ വരുമ്പോൾ കുറേ ഡിസ്റ്റൻസ് സഞ്ചരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഹൈ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെറിവേഷൻസ്. അതിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്യും. ഒന്ന് ആ വെയിറ്റ് കൊണ്ട് താഴേക്ക് W=mg, ദെൻ ബോയിൻ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനാണ്, ദെൻ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് മേലേക്ക് ഉണ്ടാവും. ഈ ഫോഴ്സ് 4 ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ആഡ് ചെയ്യും. നമ്മളത് സിംപ്ലിഫൈ ചെയ്യും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ അതേ ഡെറിവേഷൻ എടുത്ത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റോയും സിഗ്മയും മാറിപ്പോകരുത്. കാരണം നമ്മൾ സിഗ്മ എടുത്തിരിക്കുന്ന ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. പൊതുവേ റോ ആണ് നമ്മൾ എടുക്കുക. പക്ഷേ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതേ രീതി എടുത്തുകൊണ്ടാണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് സ്പിയറിന് സോളിഡ് ആണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. കാരണം നമ്മൾ സിഗ്മ വളരെ ചെറുതായിട്ട് സിഗ്മ എന്ത് ചെയ്യും, ലാസ്റ്റ് ഇക്വേഷനിൽ ഒഴിവാക്കും. അപ്പോൾ ഈ ഡെറിവേഷൻ നമുക്ക് ലാസ്റ്റ് സമ്മ മനസ്സിലാവുന്നത് ദ വെലോസിറ്റി ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് വെലോസിറ്റി ഇസ് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് റേഡിയസ്. എ എന്ന് പറയുന്നത് അതും ശ്രദ്ധിക്കണം. എ ആണ് റേഡിയസ്. പൊതുവെ ആർന്ന് എടുക്കുക, പക്ഷെ ഇവിടെ എടുത്തിരിക്കുന്ന എ ആണ് റേഡിയസ് ഓഫ് ദ സ്പിയർ. അപ്പോൾ റേഡിയസ് കൂടുന്തോറും ആ ടെർമിനൽ വെലോസിറ്റി ദാറ്റ് ഇസ് വി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്ന കൺസെപ്റ്റിൽ നമ്മൾ റീച്ച് ചെയ്യുക. അപ്പോൾ ഈ ഡെറിവേഷൻ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അതിന് അപ്രോക്സിമേഷൻ ഓർക്കണം. 2 കാര്യങ്ങൾ ഓർക്കുക. റേഡിയസ് ആറിന് പകരം എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി സിഗ്മ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ സ്കൂൾസിൽ തിരിച്ച് പഠിച്ചെങ്കിൽ അത് അറിയാം, അത് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ പൊതുവേ NCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നതുകൊണ്ട് മിക്ക സ്കൂൾസും ഇങ്ങനെ ഫോളോ ചെയ്യാവുന്നതുകൊണ്ടാണ് ഇത് ആ രീതിയിൽ തന്നെ ഇത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, റൈനോൾഡ് നമ്പർ. സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റൈനോൾഡ് നമ്പർ? ആൻസർ: Rayleigh number is a dimensionless factor used to determine whether the flowing of fluid is a streamline or turbulent. ഒരു പൈപ്പിലൂടെ പോകുന്ന വെള്ളം അത് സ്ട്രീം ലൈനാണ്, കുത്തൊഴുക്കിലാണോ അല്ലെങ്കിൽ ഒഴുക്ക് നല്ല സ്ട്രീം ലൈൻ, അതായത് 2 സ്ട്രീംസ് നമ്മൾ ക്രോസ് ചെയ്യാതെ സ്ട്രീം അല്ലതിലാണ് പൊതുവെ ടർബുലൻസ് കുത്തൊഴുക്കാണെന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു ഡയമെൻഷൻ ഇല്ലാത്തൊരു മിയർ നമ്പറാണത്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ബ്രീഫാണിത്. എക്സാമിന് ഇത് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. D എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് പൈപ്പാണ്. ഈറ്റാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റൈനോൾഡ് നമ്പർ <1000 ആണെങ്കിൽ സ്ട്രീം ലൈൻ ആണ്. ഇനി <2000 ആണെങ്കിൽ ടർബുലൻസ് ആണ്. ഇതിന് രണ്ടിൻ്റെ ഇടയിലാണെങ്കിൽ അതിന് പറയാം അൺസ്റ്റഡി സ്റ്റേറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് നോക്കേണ്ടത്. ചില പ്രോബ്ലം ചോദിച്ചിട്ട് അത് ചോദിക്കുമ്പോൾ സ്ട്രീം ലൈനോ ടർബ്, അപ്പോൾ നമ്മൾ പ്രോബ്ലം കണ്ടിട്ട് 2000-ൽ കൂടുതലാണെങ്കിൽ അത് ടർബുലൻസ് എന്ന് എഴുതണം, 1000-ൽ താഴെയാണെങ്കിൽ സ്ട്രീം ലൈൻ എന്ന് എഴുതണം. ഇനിയാവും സർഫസ് ടെൻഷൻ. വർക്ക് ഹാസ് ടു ബി ഡൺ ഇൻ സ്പ്രേയിങ് എ ഡ്രോപ്പ് into many droplets. ഈ വർക്ക് ശ്രദ്ധിക്കണം. വർക്ക് ഇതുമായിട്ട് പ്രോബ്ലം ന്യൂമറിക്കൽസ് ആണ് വരിക. അപ്പോൾ നമുക്ക് അത് അതിൻ്റെ ഒരു 8 ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. അത് നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. പല പ്രോബ്ലം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ വർക്ക് ഹാസ് ടു ബി ഡൺ ഇൻ സ്പ്രേയിങ് എ ഡ്രോപ്പ് ഇൻ ടു മെനി ഡ്രോപ്പ്. ഒരു ഡ്രോപ്പിന് പല ഡ്രോപ്ലെറ്റ്സ് ആക്കാൻ നമ്മൾ വർക്ക് ചെയ്യണം. Calculate the work done in spraying a drop of water 4 mm diameter into a million droplets all the same size. ഇത് എവിടെ കൺസെപ്റ്റും തെറ്റിപ്പോരുത്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പോയിട്ട് താവരുത് കേട്ടോ. അത് സർഫസ് ടെൻഷൻ ബേസ്ഡ് ആണ്. സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ഈസ് 7.5 × 10⁻² Newton per meter. And second one, if the water drop contains small dust particle, what happened to the work done? Give example. കാരണം ഡ്രോപ്ലെറ്റ് ഡസ്റ്റ് കൂടുമ്പോൾ അതുപോലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ മാറും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പറയണം. ഡിറ്റർജൻറ്റ് ആക്ഷൻസ്, കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. ഇപ്പോൾ വർക്കിംഗ് ഡിറ്റർജൻസിൻ്റെ കാപ്പിലാരിറ്റി അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും മനസ്സിലാക്കി വെക്കണം. ആൻസർ: അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് നമ്മളൊരു വലിയ ബിഗ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ 4/3 πr, അതിൻ്റെ വോളിയം 4/3 πr³. ഇനി അത് മില്യൺ ഡ്രോപ്സ് ആയിട്ട് മാറുന്നത് 10⁻⁶ ഡ്രോപ്സ് ആയിട്ട് മാറുമ്പോൾ രണ്ടിനും വോളിയം സെയിം ആണ്. അതാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ബേസിക് കണ്ടന്റ് എന്ന് പറയുന്ന ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻക്രീസിംഗ് ഇൻ സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. അതാണ് എൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്രീസിംഗ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയയുടെ കൂടും. എന്തുകൊണ്ടാണ്? ഒരു സ്പിയർ മറ്റു സർഫസ് ഏരിയ ഉള്ളൂ, പക്ഷേ മില്യൺ സ്പിയറേഴ്സ് ആകുമ്പോൾ ചെയ്യും അതിന് അത്രയും സർഫസ് ഏരിയ കൂടുതൽ. അപ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യുക? അതിൽ ചെയ്തിരിക്കുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ത് ചെയ്യും, ആദ്യം ചെറിയ സ്പിയേഴ്സിൻ്റെ സർഫസ് ഏരിയ കണ്ടിട്ട് അതിന് 10⁶ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൊത്തം സർഫസ് ഏരിയ ഓഫ് സ്മോൾ സ്പിയേഴ്സ് ആയി. അത് നമ്മൾ എന്ത് ചെയ്യും? ബിഗ് സ്പിയറിൻ്റെ സർഫസ് ഏരിയ മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും?
ഇൻക്രീസ് സർഫസ് ഏരിയ കിട്ടി. അതുകൊണ്ട് സർഫസ് ടെൻഷൻ തന്നിട്ട് ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, 6 കാണുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ആ 6 എന്ത് ചെയ്യണം, അതുപോലെ തന്നെ മില്ലിമീറ്റർ അതിനൊക്കെ ചെയ്യുമ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ബിഗ് സ്പിയറിൻ്റെ വോളിയത്തിനെ മില്യൺ സ്പിയേഴ്സിൻ്റെ വോളിയോട് ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് അതിന് സ്മോൾ ആർ ക്യൂബ് കണ്ടു. സ്മോൾ ആർന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, സർഫസ് ഏരിയ ആണ്, സർഫസ് ഏരിയ 4πr². ആ ബിഗ് സ്പിയറിൻ്റെയും കണ്ടു, എല്ലാ സ്പിയറിനെയും കൂടി കൂട്ടി കണ്ടു. എന്നിട്ട് എല്ലാ സ്പിയറിനും ബിഗ് സ്പിയർ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇൻക്രീസിങ് സർഫസ് ഏരിയ കിട്ടി. അപ്പോൾ അതിനെ സർഫസ് ടെൻഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും ഇത് ചെയ്യും, ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻക്രീസിങ് സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. ഇനി സെക്കൻഡ് പോർഷൻ ഉണ്ട്, അതിൽ വർക്ക് ഡൺ ഡിക്രീസസ്, സർഫസ് ടെൻഷൻ കുറയുന്നതുകൊണ്ടാണ്. ആസ് എ പ്രസൻസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾ ഡിക്രീസസ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ കുറയുക, ഡസ്റ്റ് പാർട്ടിക്കിൾ വരുമ്പോൾ എന്ത് ചെയ്യും, വർക്ക് കുറയുകയാണ്. കാരണം അവിടെ സർഫസ് ടെൻഷൻ കുറയ്ക്കുമ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, ഇൻക്രീസിങ് സർഫസ് ഏരിയ സർഫസ് ടെൻഷനാണ്. അപ്പോൾ സർഫസ് ടെൻഷൻ കുറഞ്ഞാൽ വർക്ക് ഡൺ എന്ത് ചെയ്യും, കുറയും. ടെമ്പറേച്ചർ കൂടിയാൽ ഇതേപോലെ കൺസെപ്റ്റാണ് വരുന്നത്, സർഫസ് ടെൻഷൻ അവിടെ കുറയും. ഇനിയാ സെക്കൻഡ് ടോപ്പിക്, capillarity. A capillary tube, when dipped into water, it is commonly observed that water will rise through the pipe. ശ്രദ്ധിക്കണം, മെർക്കുറി ആകുമ്പോൾ നേരെ തിരിച്ചാണ് വരിക. അപ്പോൾ അത് ആ കേസ് ഓർത്ത് വെക്കണം. Which of the following is responsible for this? And അടുത്ത ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് സർഫസ് ടെൻഷൻ, എലാസ്റ്റിക് ഫോഴ്സ്. പക്ഷേ എക്സാമിന് ഈ തരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ക്യാപ്പിലാരിറ്റിന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ നേരെ മറിച്ചിട്ട് എക്സാമിന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്പോൾ വളരെ ആലോചിച്ച് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ല, വിസ്കസ് ഫോഴ്സ് അല്ല, സർഫസ് ടെൻഷൻ, എലാസ്റ്റിക്. നോക്കാം. ആൻഡ് നെക്സ്റ്റ്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ കാപ്പിലറി റൈസ്. ആ ട്യൂബിലെ കാപ്പിലറി റൈസ്, എച്ചിൻ്റെ എക്സ്പ്രഷനാണ് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. സി, ഇഫ് ദ റേഡിയസ് ഓഫ് ദ ട്യൂബ് ബിക്കം ഡബിൾ. അപ്പോൾ ട്യൂബിൻ്റെ റേഡിയസ് ഡബിൾ ആയി കഴിഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാം, ട്യൂബ് റേഡിയസ് ചെറുതാക്കിയ ഹൈറ്റ് കൂടും, റേഡിയസ് വലുതാക്കിയ ഹൈറ്റ് കുറയും. നോക്കാം നമുക്കത്. എന്നെയോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷനാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഡെറിവേഷന് പോകുന്നതിന് മുന്നൊക്കെ എക്സസ് പ്രഷർ ഇൻസൈഡ് എയർ ബബിൾ, ആ ലിക്വിഡ് ഡ്രോപ്പ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ PI - P6(2S/R) എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ആറും എയും. അപ്പോൾ എ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ട്യൂബാണ്, പക്ഷേ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പിയറിൻ്റെയാണ്. അപ്പോൾ അത് അങ്ങോട്ടൊരു മാറിപ്പോരുത്. അപ്പോൾ ലാസ്റ്റ് എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ, എച്ച് എന്ന് പറഞ്ഞാൽ കാപ്പിലറി ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, എസ് മീൻസ് സർഫസ് ടെൻഷൻ. ക്ലിയർ. അപ്പോൾ പിന്നെ റോ മീൻസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, ആ ലിക്വിഡിൻ്റെ ലെൻസ്. അപ്പോൾ ഡെൻസിറ്റി ലിക്വിഡ് മാറുന്നതനുസരിച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെള്ളത്തിന് വരെ നമ്മൾ കെറോസിൻ ഉപയോഗിച്ചാൽ എന്ത് എങ്ങനെ മാറും, അതിന് ഈ എക്സ്പെരിമെൻറ്റ് മുകളിൽ നടത്തി എങ്ങനെ മാറും, കാരണം ഗ്രാവിറ്റിയൊക്കെ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൽ എന്ത് ചെയ്യുക, കൺസെപ്ഷൻ ക്വസ്റ്റൻസ് എന്ത് ചെയ്യുക വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും, എച്ച് എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ടു 1/a ആണ്. അതായത് എ എന്ന് പറയുന്നത് ട്യൂബിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് കൂടുന്തോറും ഹൈറ്റ് കുറയുക ചെയ്യുക. ക്ലിയർ. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ ആൻസർ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. നോക്കാം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റൻ, ഇഫ് ദ റേഡിയസ് ഓഫ് ദ ട്യൂബ് ബിക്കം ഡബിൾ. അപ്പോൾ റേഡിയസ് ഡബിൾ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം എച്ച് എന്ന് പറഞ്ഞാൽ 2s cos θ/a ρg ആണ്. സോ അപ്പോൾ എ എന്ന് പറയുന്നത് പിന്നെ എന്താണ്, ബിക്കം ഡബിൾ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇറ്റ് ബിക്കം ഹാഫ്. സോ 1/h ഹാഫായിട്ട് എന്ത് ചെയ്യും, ചുരുങ്ങും. അപ്പോൾ ഇതിൽ ഇത്രയുള്ള ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യണം, എച്ച് പ്രൊപ്പോർഷൻ ടു 1/a ആണ്, A² 1/a ആണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ, കാരണം എക്സസ് പ്രഷർ ഇൻസൈഡ്, അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം അത് ചില എക്സാമുകളിൽ ചോദിച്ച ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ അത് ആ ഡെറിവേഷൻ പഠിച്ചതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്തായിരിക്കും എളുപ്പമായിട്ട് എന്ത് ചെയ്യും തോന്നും. അപ്പോൾ ഇത്രയാണ് ഫ്ലൂയിഡ്സിലുള്ളത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ബെർണോളിസിന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് നോക്കാം. ബെർണോളിസ് വന്നില്ലെങ്കിൽ പിന്നെ സെക്കൻഡ് പോർഷനിലെ ഡെറിവേഷനാണ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഒരു വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ എന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് നിന്ന് കിട്ടുന്നതുകൊണ്ട് ഒരു ഡെറിവേഷൻ ക്വസ്റ്റൻസ് നിന്ന് എക്സ്പെക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ബെർണോളിയുടെ ഡെറിവേഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ 2 ആപ്ലിക്കേഷൻ ഡെറിവേഷൻ നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കാപ്പിലറി ഹൈറ്റ്, സ്റ്റോക്സ് ലോ, അതുപോലെ തന്നെ എക്സസ് പ്രഷർ ഇൻസൈഡ് എയർ ബബിൾ, ആ കൺസെപ്റ്റ് ഡെറിവേഷൻസ് എന്ത് ചെയ്യാൻ നോക്കി വെക്കുക. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 11, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. തെർമോഡൈനാമിക്സും തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും ഒരുമിച്ച് വേണമെങ്കിൽ ക്വസ്റ്റൻസ് എന്ത് ചെയ്യാം, ചോദിക്കാം. ഈ കൺസെപ്റ്റ് രണ്ടും ടെമ്പറേച്ചേഴ്സ് റിലേറ്റഡ് ആയതുകൊണ്ട് ദെൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്താ ഡിഫറൻസ് എന്തൊക്കെ ബേസിക് ആയിട്ട് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. ഹീറ്റ് എന്ന് പറയുന്നത് എനർജിയാണ്, ടെമ്പറേച്ചർ മീൻസ് ഒരു മെഷറിംഗ് സ്കെയിലാണെന്ന് മനസ്സിലാക്കുക. ഇനി അതിൽ ഫസ്റ്റ് കൺസെപ്റ്റ് ടെമ്പറേച്ചർ സ്കെയിൽസ്, ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ, അങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസ് അതിൻ്റെ കൺവേർഷൻ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ, തെർമൽ എക്സ്പാൻഷൻ, ലീനിയർ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ, പിന്നെ ഏരിയൽ എക്സ്പാൻഷൻ, സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഒക്കെ വേറെ വാക്കുകൾ പറയും. അതിന് ആൽഫ ബീറ്റ ഗാമ റേഷ്യോ 1:2:3 ആണ്. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. അതിന് ആൽഫ എൽ, ആൽഫ എ, ആൽഫ വി എന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കൺസെപ്റ്റൊക്കെ എന്ത് ചെയ്യുക, അതിൽ മനസ്സിലാക്കി വയ്ക്കുക. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, സോളിഡ് ലിക്വിഡ് ഗ്യാസ് സ്റ്റേറ്റ്, ഫേസ് ഗ്രാഫും എന്ത് ചെയ്യണം അതിനിപ്പം നോക്കണം. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ, 3 മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണുള്ളത്. കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ. അപ്പോൾ അത് ഇതിലേക്ക് സോളിഡ്സിൽ ഏതാണ്, ലിക്വിഡ്സിൽ ഏതാണ്, അപ്പോൾ ഒന്നും മീഡിയം വേണ്ടാത്ത ഏതിനാണ്, അങ്ങനെയുള്ള കൺസെപ്റ്റ് ക്വസ്റ്റൻസ് എന്ത് ചെയ്യും ഹീറ്റ് ട്രാൻസ്ഫറിൽ എന്ത് ചെയ്യാം ചോദിക്കാം.
ന്യൂട്ടൺസ് ലോസ് ഓഫ് കൂളിംഗ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ഹീറ്റ് ലോസ് പെട്ടെന്ന് ഹീറ്റ് ലൂസ് ചെയ്യും. അപ്പോൾ ആ ലോ ബേസ്ഡ് പ്രോബ്ലംസ് വേണമെങ്കിൽ വരാം, കൺസെപ്റ്റ് ക്വസ്റ്റൻസ് എന്ത് ചെയ്യാം അവിടെ നിന്ന് ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുതന്നെ ടെമ്പറേച്ചർ സ്കെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതുതന്നെ ഫാൾട്ടി തെർമോമീറ്റേഴ്സ് മെഷേഴ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റൻ ഒക്കെ വരും, അതൊക്കെ ടെമ്പറേച്ചർ സ്കെയിലിൽ കൺസെപ്റ്റിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കൺവേർഷൻ ഇക്വേഷൻ ശരിക്കും പഠിച്ചു വയ്ക്കുക. സോ ഫസ്റ്റ് ടെമ്പറേച്ചർ സ്കെയിൽസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, temperature scale. First question, temperature is the degree of hotness of the body. Okay, temperature of a normal human body is 98.6 degree Fahrenheit. What is the corresponding temperature shown in the Celsius scale? Conversion question ആണ്. Okay, then answer. ഇതാണ് സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് കൺവേർഷൻ ആണ്. Tc/100 is equal to Tf minus 32/180. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അതിനർത്ഥം 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് രണ്ട് ഈക്വൽ ആണ്. ഇതിൽ തന്നെ വേറൊരു കൺസെപ്റ്റും വരാറുണ്ട്, അറ്റ് വിച്ച് സ്കെയിൽ സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് കോയിൻസൈഡ്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആണ്. -40 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -40 ഡിഗ്രി ഫാരൻഹീറ്റ്, അത് രണ്ട് ഈക്വൽ ആണ്. അതേപോലെ ചോദിക്കും ഫാരൻഹീറ്റ് കെൽവിൻ കോയിൻസൈഡ്, അത് 574.59 ഡിഗ്രി ഫാരൻഹീറ്റ് ഇസ് ഇക്വൽ ടു 574.59 ഡിഗ്രി കെൽവിൻ. ആ ഒരു കൺസെപ്റ്റ് ഇതിനോടൊപ്പം ഓർത്ത് പഠിക്കണം, കാരണം ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട് വരാറുണ്ട്. -40 ഡിഗ്രി സെൽഷ്യസ് ഇസ് ഇക്വൽ ടു -40 ഡിഗ്രി ഫാരൻഹീറ്റ്, ദാറ്റ് ഇസ് സെൽഷ്യസ് ഫാരൻഹീറ്റ് കോയിൻസൈഡ് എന്ന പോയിന്റാണ്. അതേപോലെ ഫാരൻഹീറ്റ് കെൽവിൻ ആകുമ്പോൾ 574.59 ഡിഗ്രി ഫാരൻഹീറ്റ് ഇസ് ഇക്വൽ ടു 574.59 ഡിഗ്രി കെൽവിൻ. ക്ലിയർ? ഇനിയോ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആ മറ്റ് ഫുൾ കൺവേർഷനാണ്. മീൻസ് TC TF TK എന്ന് പറയുമ്പോൾ TC ഡിഗ്രി സെൽഷ്യസ്, F എന്ന് പറയും ഫാരൻഹീറ്റ് കെൽവിൻ. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെയല്ല പഠിക്കുന്നത്. ഇങ്ങനെ പഠിക്കുന്നത് സ്പെസിഫിക് ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ബൈ ഇൻ്റർവൽ. കാരണം TC മൈനസ് 0/100 എന്നാണ് വരിക. അപ്പോൾ അതാണ് ആക്ച്വലി അതിൻ്റെ ഇക്വേഷൻ. സ്പെസിഫിക് ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ബൈ ഇൻ്റർവൽ. ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ 0 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ 32 എന്ന് പറയുന്നത്, ഫാരൻഹീറ്റ് 32 എന്ന് പറയുന്നത് സെൽഷ്യസ് 0ക്ക് തുല്യമാണ്. അതുതന്നെ 273 അബ്സൊല്യൂട്ട് 0 എത്രയാണ്, ആ ഒരു കൺസെപ്റ്റൊക്കെ ഇതിൽ ആ ഗ്രാഫൊക്കെ മനസ്സിലാക്കി വെക്കണം. ഇനിയാവും thermal expansion. The increasing in dimension of a body due to increasing in temperature is called thermal expansion. ചൂട് കൂടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും. The ratio among the coefficient of linear expansion, area expansion, volume expansion, that is alpha is to beta is to gamma, or alpha L is to alpha E, A is to alpha V. Okay. Railway lines are laid with the gap to allow for expansion. അറിയാം, ട്രാക്കിൽ നമ്മൾ രണ്ട് റെയിൽവേ ട്രാക്സ് ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകും, കാരണം ചൂട് കൂടുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത് വളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്റ്റീൽ റെയിൽസ് 66 മീറ്റർ ലോങ് ഈസ് 3.63 സെൻറ്റിമീറ്റർ ആണ്. ഒരു 66 ലോങ് സ്റ്റീൽ റെയിലിൽ 3.63 ആണ് ഒരു എന്ത് കൊടുത്തിരിക്കുന്നത്, ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ്. ദെൻ അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ദ ലൈൻ ജസ്റ്റ് ടച്ചസ്. അപ്പോൾ ചൂട് കൂടുന്തോറും ഇങ്ങനെ കൂടി വരും. അപ്പോൾ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, അത് കൂട്ടിമുട്ടും. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ് കൂട്ടിമുട്ടുക? ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഫോർ സ്റ്റീൽ ഈസ് 11 × 10⁻⁶ per ഡിഗ്രി സെൽഷ്യസ്. ഇത് ശ്രദ്ധിക്കണം, ഇതൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ടെമ്പറേച്ചർ പൊതുവേ ചെയ്യുമ്പോൾ കെൽവിനിലേക്ക് മാറ്റി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതായത് 273 ചെയ്യണം. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചറിയാം, യൂണിറ്റ് തന്നിരിക്കുന്നതൊക്കെ ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് തന്നെ ചെയ്യാം. അല്ലാതെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറ്റ് ഷുഡ് ബി ഇൻ കെൽവിൻ. ഓക്കെ, സോ ആൻസേഴ്സ് ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ അങ്ങനെയും ചോദിക്കും. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ അങ്ങനെയും ക്വസ്റ്റൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ വി. ദറ്റ് ഇസ് ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ. ഏരിയൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, വോളിയം, ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് ആൻസർ ഇസ് 1:2:3. എനിഹാ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും പറഞ്ഞാൽ ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ ഡെൽറ്റ ടി മീൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, നമുക്ക് T2 ആണ് കാണേണ്ടത്. സോ ഇറ്റ് ഇസ് 35 ഡിഗ്രി സെൽഷ്യസ്. ഓൾറെഡി പറഞ്ഞ കാര്യം, ലീനിയർ എക്സ്പാൻഷൻ നമുക്ക് per ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാതിരുന്നത് SI യൂണിറ്റ്സ് തരികയാണെങ്കിൽ ജസ്റ്റ് കെൽവിനിലേക്ക് മാത്രമായിട്ട്, ടെമ്പറേച്ചർ കെൽവിനിലേക്ക് മാത്രമായിട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ വരുന്നൊരു പ്രോബ്ലം വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, it should be converted into Kelvin. Anyhow, the problem അടുത്ത ടോപ്പിക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. സോളിഡ് ലിക്വിഡ് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്താണ്. ഒരു ഗ്രാഫാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആയിട്ട് വരിക. ഓക്കെ, എ സോളിഡ് മെറ്റീരിയൽ is supplied with heat at a constant rate. The temperature of material is changing with heat input as shown in figure. ഹീറ്റ് കൊടുക്കുന്നതോറും ടെമ്പറേച്ചർ മാറുന്നു. ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ ഫെമിലിയർ ആയ ഗ്രാഫാണ് നമുക്ക്. എനിഹാവ് ക്വസ്റ്റൻ എന്താണ്, വാട്ട് ഡു ദ ഹൊറിസോണ്ടൽ റീജിയൻ എ ബി ആൻഡ് സി ഡി റെപ്രസെൻറ്റ്? എ ബിയും സി ഡിയും ഐസോതെർമൽ പ്രോസസ് ഒക്കെ പഠിച്ച് നമുക്കതറിയാം. എ ബി സി ഡി എന്ന റീജിയൻ എന്താണ് ഇതാക്കുന്നത്. സി ഡി ഇസിക്വൽ ടു എ ബി. സി ഡി എന്നത് എ ബിനേക്കാൾ 2 times ആണ്. നമുക്കറിയാം, നോർമലി NCERT ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ആ സി ഡി എന്ന ഗ്രാഫ് വരയ്ക്കുന്ന ഭാഗത്ത് ചില ഹൈക്സ് ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ടാകും. കാരണം അർത്ഥം അത് വളരെ കുറച്ച് ലെങ്തി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്താ അത് മീൻ ചെയ്യുന്നത്? ഓക്കെ, അടുത്ത് ദ സ്ലോപ്പ് ഓഫ് OA
ഈസ് ഗ്രേറ്റർ ദാൻ ദ സ്ലോപ്പ് ഓഫ് ബി സി. ഒ എ എന്ന് പറയുന്ന സ്ലോപ്പ് ബി സിയെക്കാളും കൂടുതലാണ്. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ സ്ലോപ്പ് ദാറ്റ് ഈസ് സ്ലോപ്പ് മീൻസ് ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ക്യൂ, അതാണ് ഇതിൽ സ്ലോപ്പ് എന്ന് വരുന്നത്. ഹീറ്റ് കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 1 ഹീറ്റ് കപ്പാസിറ്റി നോക്കാം. ഡി, ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് ഹൊറിസോണ്ടൽ റീജിയൻ എ ബി ആൻഡ് സി ഡി. വൈ? എന്തുകൊണ്ടാണ് എ ബിയും സി ഡി റീജിയൻ? രണ്ട് ടൈപ്പ് വന്നിട്ടുണ്ട്. എയിലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഡിയിലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ എ. എന്തായിരുന്നു? വാട്ട് ഡു യു ദ ഹൊറിസോണ്ടൽ റീജിയൻ എ ബി ആൻഡ് സി ഡി റെപ്രസെൻറ്റ്? ഫേസ് ചേഞ്ചിങ് റീജിയൻസ്. അത് രണ്ട് ഫേസ് ചേഞ്ചിങ് റീജിയൻസ് ആണ്. ഡ്യൂറിംഗ് ദിസ് റീജിയൻ എ ബി ആൻഡ് സി ഡി ദ ടെമ്പറേച്ചർ ഓഫ് സബ്സ്റ്റൻസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ദോ ഇറ്റ് അബ്സോർബ്സ് ഹീറ്റ്. എ ബി റെപ്രസെൻറ്റ്സ് ദ മെൽറ്റിംഗ് പ്രോസസ് ഓഫ് ദ സോളിഡ് ആൻഡ് സി ഡി റെപ്രസെൻറ്റ് ദ ബോയിലിംഗ് പ്രോസസ് ഓഫ് ദ ലിക്വിഡ് ഓഫ് ദ സബ്സ്റ്റൻസ്. അതായത് എ ബിയും സി ഡി എന്ന് പറയുന്നത് ഫേസ് ചേഞ്ചിങ് ആണ്. സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവും, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് മാറുന്ന ഇതാണ്. അപ്പോൾ എടുക്കുന്ന ഹീറ്റ് മുഴുവൻ എന്താക്കി ഉപയോഗിക്കും? ആ ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു വെള്ളം നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫുൾ നീരാവി ഒരിക്കലും വെള്ളത്തിൽ 101 ഡിഗ്രി സെൽഷ്യസ് തിളപ്പിക്കാൻ കഴിയില്ല. കാരണം 100 ഡിഗ്രി തിളച്ച് കഴിഞ്ഞ് നമ്മൾ തെർമോമീറ്റർ വയ്ക്കണം വെള്ളത്തിൽ, അത് 80, 90, 100 കാണിച്ചു. പിന്നെ നോർമലി എന്താണ്, അത് 100 തന്നെ കാണിച്ചുകൊണ്ട്, കാരണം തിളച്ച് മുഴുവൻ വെള്ളം നീരാവിയായി പോയാലേ പിന്നെ ടെമ്പറേച്ചർ അത് മാറുള്ളൂ. കാരണം പിന്നെ ആ കൊടുക്കുന്ന ഹീറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ ഫേസ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടും എ ബിയും സി ഡി എന്ന് പറയുന്നത് ഫേസ് ചേഞ്ചിങ് റീജിയൻസ് ആണ്. ശരിക്കും ഐസോ തെർമൽ പ്രോസസ്സിന് നമുക്ക് ഇതിന് എക്സാമ്പിൾ പറയാറുണ്ട്. ദെൻ ബി, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇസ് ഡബിൾ ടു ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അത് ബോയിലിംഗ് പ്രോസസ്സിന് എന്താണ് ഹീറ്റ്, കൂടുതൽ ഹീറ്റ്, മെൽറ്റിങ്ങിനേക്കാളും കൂടുതൽ ഹീറ്റ് എന്ത് ചെയ്യും? അത് എടുക്കും. അതുകൊണ്ടാണ് സി ഡി എന്ന കേസിൽ എന്ത് ചെയ്യുന്നത്? ഗ്രാഫ് വലുതാകാൻ കാരണം അത്രയും ഹീറ്റ് വേണം. കാരണം ഒരു ലിക്വിഡിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാൻ അത്രയും ഹീറ്റ് സപ്ലൈ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ നടക്കുള്ളൂ. നേരെ മറിച്ച് ഒരു സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരാൻ അത്ര ഹീറ്റ് എന്ത് ചെയ്യേണ്ട, കൊടുക്കേണ്ട ആവശ്യം. കുറേ ഐസ് ക്യൂബ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ റൂം ടെമ്പറേച്ചർ അങ്ങനെ ഗ്രാജുവലി എന്ത് ചെയ്ത് പോകും. പക്ഷേ വെള്ളം നീരാവണം, അതിന് അത്രയും ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, അത്രയും ഹീറ്റ് സപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതാണ് സി ഡി എന്ന റീജിയൻ കുറേ വലിയ റീജിയൻ ആവാനുള്ള കാരണം. ദെൻ ആൻഡ് സി, ദ സ്ലോപ്പ് ഓഫ് OA is greater than slope of BC. What does it indicate? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സബ്സ്റ്റൻസ്. ഹീറ്റ് കപ്പാസിറ്റി നമുക്കറിയാം 1 കെൽവിൻ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ എത്രമാത്രം ഹീറ്റ് എന്നാണ് നമുക്ക് കൊടുക്കുക. അതാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇസ് ലെസ് ദാൻ ദ ഹീറ്റ് കപ്പാസിറ്റി ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. പറയാം, ഒരു ലിക്വിഡിന് ഒരു കെൽവിൻ ഉയർത്തണമെങ്കിൽ ഹീറ്റ് കൂടുതൽ സപ്ലൈ ചെയ്യണം. പക്ഷേ സോളിഡിന് അത്ര ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ് ലെസ് ദാൻ ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയാൻ കാരണം. എനിഹൗ, ആൻഡ് ദ ഫോർത്ത് ലാസ്റ്റ് വൺ, ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. In the phase changing region A, B and C, D, the entire heat is supplied to utilize to change substance from one phase to another. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കേസിൽ പറഞ്ഞാണ്, കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ ഫേസ് ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യില്ല, ടെമ്പറേച്ചർ മാറുന്നില്ല. അപ്പോൾ ഇത്രയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഗ്രാഫ് ബേസ് എല്ലാ ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ബി സി OA എന്താണ് കൂടുതലാണ്, സ്ലോപ്പ് കൂടുതലാണ്. അതുപോലെ തന്നെ സി ഡി എന്ന ലെങ്ത്ത് കൂടുതലാണെന്നുള്ള കേസ് ഓർമ്മ വേണം. OA എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ്, ബി സി എന്ന് പറയുന്നത് ഗ്യാസസ് ആൻഡ് പിന്നെ ലിക്വിഡ് സ്റ്റേറ്റ്, ആൻഡ് ഡി എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റുകൾ അതിൽ ഇതും ഓർമ്മ വേണം. ടെമ്പറേച്ചർ താഴേക്ക് വരുന്നതോറും ആ ടെമ്പറേച്ചർ ചേഞ്ച് വരാത്ത റീജിയൻസ്, അതായത് തെർമൽ പ്രോസസ്സിൻ്റെ റീജിയൻസ് ഒക്കെ എന്ത് ചെയ്യണം, അത് ഓർമ്മ വരണം. എനിക്കാം അടുത്ത കൺസെപ്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ. 3 ഹീറ്റ് ട്രാൻസ്ഫർ, മോഡേൺ ഹീറ്റ് ട്രാൻസ്ഫറിലൂടെ കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവർ ന്യൂമറിക്കലിനെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഉണ്ട്, പിന്നെ അപ്പോൾ കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ ഭാഗമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരിക. ഹീറ്റ് ഫ്രം സൺ റീച്ചസ് എർത്ത് ത്രൂ വാക്വം അറിയാം, അത് റേഡിയേഷൻ വഴിയാണ്. എനിഹാവ്, നെയിം ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ എബോവ് കേസ്. ഓക്കെ, വിച്ച് മോഡ് ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് യൂസ്ഡ് ഇൻ മെറ്റീരിയൽ ഓഫ് മെറ്റൽ ടു ട്രാൻസ്ഫർ ഹീറ്റ്. മെറ്റൽ, അതായത് സോളിഡ്സിലൊക്കെ മെറ്റൽസിലൊക്കെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മോഡ് ചെയ്താണ്. അപ്പോൾ ഫസ്റ്റ് കേസ് എക്സ്പ്ലെയിൻ ചെയ്ത് വാക്വത്തിലാണ്. മെറ്റലാകുമ്പോൾ മീഡിയം വന്നു. ഓക്കെ, എനിഹാവ്, റീഡ് എ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ഇൻ എ ബുക്ക്, ഓൾ തെർമൽ കണ്ടക്ടേഴ്സ് ആർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആൾസോ. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? നല്ലൊരു ക്വസ്റ്റൻ ആണത്. എനിഹാവ്, ആൻസർ ഫസ്റ്റ് വൺ റേഡിയേഷൻ ആണ്. കാരണം റേഡിയേഷൻ എന്ത് വേണ്ട, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോലെയാണ് പോവുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എല്ലാ പ്രോപ്പർട്ടീസ് നമുക്ക് റേഡിയേഷൻ അത് ഒബേ ചെയ്യും. അപ്പോൾ റേഡിയേഷൻ ചോദിച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതുക. സ്പീഡിന് വെലോസിറ്റി, ലൈറ്റിന് സ്പീഡിൽ പോകുന്നത് എന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ ഇതാക്കി വയ്ക്കാൻ പറ്റും. ഇനിയാ
മീഡിയം വേണ്ട. ഇനിയോ സെക്കൻഡ് വൺ കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറയുന്നത് നോർമലി എന്താണ്, മെറ്റൽസിലാണ് പോവുക. കൺവെൻഷൻ എന്ന് പറയുന്നത് നോർമലി എയറിലൂടെയാണ്, ഗ്യാസ് പാർട്ടിക്കിൾസിലാണ് കൺവെൻഷൻ മോഡ് ഉണ്ടാവുക. കണ്ടക്ഷൻ എന്ന് വെച്ചാൽ ആക്ച്വൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യില്ല, കൺവെൻഷൻ മോഡിൽ ആക്ച്വൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യും. അതാണ് ഡിഫറൻസ്. കാരണം മെറ്റൽസിൽ കൊളീഷനാണ്, ഒരു പാർട്ടിക്കിൾ മെയിൻ പൊസിഷൻ വൈബ്രേറ്റ് ചെയ്യും, എന്നിട്ട് അടുത്ത ഇതിന് വൈബ്രേറ്റ് ചെയ്യും. അത് കണ്ടക്ഷൻ മോഡ്. മെറ്റൽസിൽ കണ്ടക്ഷൻ മോഡാണുള്ളത്. ഇനിയാ ലാസ്റ്റ് വൺ, അതിൽ ഏറ്റവും നല്ലതാണ് നോ ആണ് ആൻസർ അതിൻ്റെ. കാരണം മൈക്ക എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്, പക്ഷേ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഇല്ല. പൊതുവേ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് മുഴുവൻ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, പക്ഷേ ഈ മൈക്ക എന്ന കേസ് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ശരിയാവില്ല. പക്ഷേ നമ്മൾ പറയും മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് കൂടിയാണ്. അപ്പോൾ അതുകൂടി ഇതിൽ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുക വരിക. അതിൽ ഇമ്പോർട്ടൻറ്റ് നോക്കേണ്ട ഹീറ്റ് ട്രാൻസ്ഫർ തന്നെയാണ്. പിന്നെ ഇതിലൊരു കൺസെപ്റ്റ് കൂടി ന്യൂട്ടൺസ് ലോസ് ഓഫ് കൂളിംഗ്, അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം. Newton's laws of cooling. You might have used clinical thermometer to verify Newton's laws of cooling or any other experiment related to heat. Which liquid is used in clinical thermometers? Which properties of liquid are used in? ഇത് indirect Newton's cooling direct വരുന്ന ക്വസ്റ്റൻ അല്ല. anyhow. അടുത്തത് specific capacity of water is 4186 joule kilogram raised to -1 kilogram raised to -1. What do you mean by this? What is meant by this? Okay. എന്താണ് സ്പെസിഫിക് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് വൺ മെർക്കുറിയാണ് ഉപയോഗിക്കുക. കാരണം ലോ സ്പെസിഫിക് കപ്പാസിറ്റിയാണ്, ഹൈ കണ്ടക്ടിവിറ്റിയാണ്. കാരണം മെർക്കുറി ഷൈനിങ് ബ്രൈറ്റ് ആൻഡ് ഒപ്പേക്ക് ലിക്വിഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വൈഡ് ഓപ്പറേറ്റിംഗ് റേഞ്ച് ഉണ്ട്, അതുകൊണ്ടാണ് എന്താണ് ഇത് ഉപയോഗിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഡസ് നോട്ട് വെറ്റ് ഗ്ലാസ് ട്യൂബ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിൽ നമ്മൾ മെർക്കുറി ഉപയോഗിക്കാൻ കാരണം. എനിഹാവ് സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ തന്നിട്ടുണ്ട്, ഇത്രയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അർത്ഥം 4186 ജൂൾ എനർജി റിക്വയർഡ് ആണ്. എന്തിന്? ഒരു കിലോഗ്രാം വാട്ടറിന് 1 കെൽവിൻ ഉയർത്താൻ വേണ്ടിയിട്ട്, അതായത് 90 ഡിഗ്രി 91 ആക്കാൻ വേണ്ടിയിട്ട് 4186 ജൂൾസ് റിക്വയർഡ് ആണ്. പക്ഷേ നേരെ വെച്ച് സോളിഡ് ആകുമ്പോൾ ഇത്ര എനർജി ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റാണത്. അപ്പോൾ 1 കെൽവിനോ 1 ഡിഗ്രി സെൽഷ്യസോ ഉയർത്താൻ വേണ്ടിയിട്ട് പിന്നാണ് 4886 ജൂൾ ഹീറ്റ് ആവശ്യമാണ്. അതാണ് സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് എന്താണ് വാട്ടറിൻ്റെ പറയാൻ കാരണം. വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് പോസസ് ദ ഹയസ്റ്റ് സ്പെസിഫിക് കപ്പാസിറ്റി? നല്ലൊരു ക്വസ്റ്റ്യൻ. ഏതൊക്കെ വാട്ടർ നോക്കാം. വാട്ടർ, സിൽവർ, കോപ്പർ, സ്റ്റീൽ. അപ്പോൾ നെക്സ്റ്റ് വൺ, യു ആർ ഇൻ എ റെസ്റ്റോറൻറ്റ് വെയിറ്റിംഗ് ഫോർ യുവർ ഫ്രണ്ട് ആൻഡ് ഓർഡർ കോഫി. ഇറ്റ് ഹാസ് അറൈവ്ഡ്. കോഫി ഓർഡർ ചെയ്തു, കോഫി വന്നു. ഓക്കെ. Do you add sugar in your friend's coffee and then wait for him, or do you add sugar after he arrives? Okay. അതായത് നമ്മളൊരു കോഫി ഓർഡർ ചെയ്തു, ഫ്രണ്ട് വരുന്നതിന് മുന്നേ കോഫി വന്നു. ഫ്രണ്ട് വരുന്നതിന് മുന്നേ കോഫിക്ക് ഷുഗർ ആഡ് ചെയ്യോ, അല്ലെങ്കിൽ എന്താണ് കോഫി വന്നിട്ടാണോ ഫ്രണ്ട് വന്നതിന് ശേഷമാണ് ഷുഗർ ആഡ് ചെയ്യുക. നമുക്കറിയാം, സ്റ്റാർ ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ കോഫിക്ക് നമുക്ക് ഷുഗർ ക്യൂബ് വരും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, നിങ്ങളൊരു കോഫി ഓർഡർ ചെയ്തു, ഫ്രണ്ട് വരുന്നതിന് മുന്നേ കോഫി വന്നു, അപ്പോൾ ഞങ്ങൾ കോഫി ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ കോഫിയിലേക്ക് ഷുഗർ ക്യൂബ്സ് ആഡ് ചെയ്യുമോ, അല്ലെങ്കിൽ ഫ്രണ്ട് വന്നതിന് ശേഷം മാത്രമാണ് ആഡ് ചെയ്യുക. നല്ലൊരു കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ. എനിഹാവ് ഫസ്റ്റ് കേസിൽ നമുക്കറിയാം ആൻസർ വാട്ടറാണ്. ആ തന്നിരിക്കുന്നതിൽ സ്പെസിഫിക് കപ്പാസിറ്റി വാട്ടറാണ് കൂടുതൽ. അപ്പോൾ ഇത് കാര്യം മനസ്സിലാകണം. സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ചൂടാവാൻ അത് സമയമെടുക്കും, തണുക്കാനും സമയമെടുക്കും. അതാണ്. അപ്പോൾ ഇത് എപ്പോഴും സ്പെസിഫിക് കപ്പാസിറ്റി പറയുമ്പോൾ ഞാനൊരു കൺസെപ്റ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ്, ഏറ്റവും ക്ഷമയുള്ളവരാണ് ഈ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് ദേഷ്യപ്പെടില്ല. പക്ഷേ ദേഷ്യപ്പെട്ട അവർ തണുക്കാൻ കുറച്ച് പ്രയാസപ്പെടും. കാരണം വെള്ളം അങ്ങനെയാണ്. വെള്ളം നമുക്ക് നല്ല ഹീറ്റ് കൊടുത്താലേ തിളയ്ക്കുള്ളൂ. തിളച്ച വെള്ളം ആറാനും സമയമെടുക്കും. അപ്പോൾ അത് ഹീറ്റ് ആവാനും സമയമെടുക്കും, ഹീറ്റ് റിലീസ് ചെയ്യാൻ എന്തെങ്കിലും സമയമെടുക്കും. അവർക്ക് ഹൈ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയും. അപ്പോൾ തന്നിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? വാട്ടറാണ് ഹൈ സ്പെസിഫിക് കപ്പാസിറ്റി. ഈ ഒരു കേസിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് കൂളിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഇതാണ്. നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് ഫ്രണ്ടിന് വെയിറ്റ് ചെയ്യുക. കാരണം നമുക്കറിയാം ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ഹീറ്റ് ഫ്ലോ കൂടും. അപ്പോൾ ചൂടുള്ള കോഫി വന്നിട്ട് നമ്മൾ ഫ്രണ്ടിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും ഈ കോഫിൻ്റെ ടെമ്പറേച്ചറും കൂടി നോക്കുകയാണെങ്കിൽ നല്ല ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കോഫി എന്ത് ചെയ്യും? തണുക്കും. നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷുഗറിലേക്ക് ആ ചൂട് എന്ത് ചെയ്യും? അത് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ രണ്ടിനും ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഫ്ലോ എന്ത് ചെയ്യും? കുറയും. അതാണ് അതിൻ്റെ ആൻസർ. നോക്കാം. ആഡ് ഷുഗർ ആസ് സൂൺ ആസ് ദ കോഫി അറൈവ്സ് ആൻഡ് ദെൻ വെയിറ്റ്. On adding the sugar, the heat content of the tea gets shared with the sugar and thus temperature decreases. According to Newton's laws of cooling, the rate of loss of heat is directly proportional to the temperature difference between the body and surrounding. Thus, adding sugar earlier, we can reduce the amount of heat loss from the tea during the waiting time. അപ്പോൾ ശരിക്കും ഷുഗർ ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ നല്ല ചൂടുള്ള ചായ കുടിക്കാനുള്ള ചൂടിലേക്ക് പെട്ടെന്നാവും.
പക്ഷേ അത് തണുത്ത് ആറണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അത് ഹീറ്റ് ലോസ് ഉണ്ടാവും. നേരെ മറിച്ച് ടെമ്പറേച്ചർ ഡിഫറൻസ് കുറഞ്ഞാൽ ഹീറ്റ് ലോസ് എന്ത് ചെയ്യും, അത് കുറയും. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ചു വയ്ക്കുക അതിൽ. അതുപോലെ തന്നെ ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ, അത് ജസ്റ്റ് ചിലപ്പോൾ എന്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 12, തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് നമുക്ക് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ തെർമോഡൈനാമിക്സ് ലോസ്. 0th law, 1st law, 2nd law. 2nd law ക്ലോഷ്യസ് ആൻഡ് കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ്, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി വെക്കണം. ദെൻ തെർമോഡൈനാമിക് പ്രോസസ്സ്, ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ഐസോതെർമൽ, ഐസോകോറിക്, ഐസോബാറിക്, അഡിയബാറ്റിക്, സൈക്ലിക് പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ഡണ്ണും ഡെറിവേഷനും പഠിച്ചു വെക്കണം. ക്ലിയർ. അതിൻ്റെ ഫസ്റ്റ് ലോയിൽ എങ്ങനെയൊക്കെയാണ് ഓരോ പ്രോസസ്സും ഉണ്ടാവുക എന്ന കാര്യം അറിഞ്ഞു വെക്കണം. പ്രോബ്ലം ചെയ്യാൻ ആവശ്യമാണ്. ഹീറ്റ് എഞ്ചിൻ ആൻഡ് ഹീറ്റ് പമ്പ്, അതിൻ്റെ ഡയഗ്രാം, വർക്കിങ്ങും എഫിഷ്യൻസി നോക്കി വെക്കണം. ദെൻ കാർനോട്ട് എഞ്ചിൻ, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കാർനോട്ട് എഞ്ചിനാണ്. അതിൻ്റെ വർക്കിംഗ്, എഫിഷ്യൻസി, കാർനോട്ട് സൈക്കിൾ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കണം. അപ്പോൾ ഫസ്റ്റ് തെർമോഡൈനാമിക് ലോസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which law of thermodynamics implies that no heat engine can be 100% efficient? അതിൽ സെക്കൻഡ് ലോ ഒക്കെ ശ്രദ്ധിക്കണം. സെക്കൻഡ് ലോ ക്ലോഷ്യൻസും കെൽവിൻ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ എടുക്കുന്ന ഹീറ്റ് മൊത്തം വർക്കാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യണം. ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. സെക്കൻഡ്, an electric heat supplies heat to a system at rate of 100 watt. ശ്രദ്ധിക്കണം, 100 watt ആണ് തന്നിരിക്കുന്നത് അവിടെ. ക്ലിയർ. if system performs work at the rate of 75 joule per second, സിസ്റ്റം വർക്ക് ചെയ്യുന്ന ജൂൾ പെർ സെക്കൻഡ് ആണ്. അറ്റ് വാട്ട് റൈറ്റ് ഇറ്റ്സ് ഇന്റേണൽ എനർജി ഇൻക്രീസസ്. NCERT ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ചിലർ തെറ്റിക്കും. എന്തുകൊണ്ടറിയോ, 100 വാട്ട് എന്ന് പറഞ്ഞാൽ പവറാണ്. പക്ഷെ ഇവിടെ നോക്ക് ജൂൾ സെക്കൻഡ്. അപ്പോൾ നമുക്കൊരു ചെയ്താൽ മതി, വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ സെക്കൻഡിനാണ്. അപ്പോൾ ഇന്റേണൽ എനർജി ജൂൾ സെക്കൻഡിൽ ആൻസർ ചെയ്താൽ ശരിയായി, ഇത്രയേ ഉള്ളൂ. അതിൽ വേറെ ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല. ചിലർ ഈ പ്രോബ്ലം കണ്ടതിന് ആകെ ഫ്രസ്ട്രേറ്റ് ആകും. കാരണം 100 വാട്ട് ശരിക്കും 100 ജൂളല്ലേ തരേണ്ടത്, ഇവിടെയും ജൂളല്ലേ തരേണ്ടത്, ജൂൾ പെർ സെക്കൻഡ്. അപ്പോൾ അവിടെയും ജൂൾ പെർ സെക്കൻഡ്. അപ്പോൾ ആൻസർ ജൂൾ പെർ സെക്കൻഡിൽ എഴുതിയാൽ മതി, തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. കാരണം കെമിസ്ട്രിയിൽ ഫസ്റ്റ് ലോ, തെർമോഡൈനാമിക്സും ഫിസിക്സിൽ ചെയ്യുമ്പോഴും ചെറിയ ഡിഫറൻസ് ഉണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്, ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് വരുമ്പോൾ ശ്രദ്ധിക്കണം. എനിഹാവ് ആൻസർ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉതകുന്നത്. കാരണം ഒരു ഹീറ്റ് എഞ്ചിൻ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, 100% എഫിഷ്യൻസി ഇല്ല. നമ്മൾ കാർനോട്ട് എഞ്ചിനാണ് ലോകത്ത് ഏറ്റവും കൂടി എഫിഷ്യൻസി ഉള്ള എഞ്ചിൻ. അതൊരു ഐഡിയൽ എഞ്ചിനാണ്. കാരണം അത് പേപ്പർ എഞ്ചിൻ, അത് വർക്ക് ചെയ്യില്ല. സിസ്റ്റം ഒരു ഐഡിയൽ എഞ്ചിൻ മാത്രമാണ്. പിന്നെ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, മോസ്റ്റ്ലി എഞ്ചിൻ എഫിഷ്യൻസി ഒക്കെ വളരെ ചെറുതാണ്. ഡീസലും പെട്രോൾ എഞ്ചിൻസ് ഒക്കെ പറയുമ്പോൾ <30, വളരെ എഫിഷ്യൻസി കുറവാണ്. അപ്പോൾ ശരിക്കും 100% എഫിഷ്യൻസി ഉള്ള എഞ്ചിൻ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് പറയുന്നത്. ഇനി ഇതിൽ ഡെൽറ്റ ക്യൂ ശ്രദ്ധിക്കണം, പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ എടുക്കേണ്ടത് ഹീറ്റ് സപ്ലൈസ് ടു ഹീറ്റ് കൊടുക്കുകയാണ് സിസ്റ്റത്തിലേക്ക്, കൊടുത്തുകൊണ്ടാണ് പോസിറ്റീവ് ആക്കി എടുത്ത്. അല്ല ഹീറ്റ് സിസ്റ്റം തരുവാണെങ്കിൽ നെഗറ്റീവ് ആക്കി എടുക്കുക. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഹീറ്റ്, ദാറ്റ് ഇസ് 100W, ദാറ്റ് ഇസ് ജൂൾ പെർ സെക്കൻഡ്, പോസിറ്റീവ് ആക്കി എടുത്തു. ഇനി സിസ്റ്റം പെർഫോംസ് വർക്ക്, സിസ്റ്റമാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, അതാണ് പോസിറ്റീവ് എടുക്കാൻ കാരണം. സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്തു, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എടുക്കണം. പക്ഷേ കെമിസ്ട്രി ഞാൻ തിരിച്ചെടുക്കുക. പക്ഷേ കാരണം അതിന് ഇക്വേഷൻ മാറ്റമുണ്ട്. നമ്മൾ ഡെൽറ്റ ക്യൂ ആണ്, അവർക്ക് ഡെൽറ്റ യു ആണ് ഇക്വേഷൻ. ആ ഒരു മാറ്റമാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ് ആക്കി എടുക്കുക, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം നെഗറ്റീവ് ആക്കി എടുക്കണം. കെമിസ്ട്രി തന്നെ തിരിച്ചെടുക്കുക. ഇനിയോ ഇവിടെ അത് ജൂൾ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ യാതൊരു ബോധറിൻ്റെ ആവശ്യമില്ല, 2 ജൂൾ പെർ സെക്കൻഡ്. അപ്പോൾ ആൻസർ ജൂൾ പെർ സെക്കൻഡ് എഴുതിയാൽ മതി. സോ ഡെൽറ്റ യു ഇക്വൽ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യൂ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സോ 100 - 75, 25 ജൂൾ സെക്കൻഡ്. ഇനി അതെല്ലാം ജൂളിൽ തന്നാൽ 25 ജൂൾ എഴുതായിരുന്നു. പക്ഷേ ഒക്കെ ജൂൾ പെർ സെക്കൻഡ് ആയതുകൊണ്ട് ആൻസറും ജൂൾ പെർ സെക്കൻഡ്. അപ്പോൾ ഇതാണ് വർക്ക് ഡൺ സിസ്റ്റം, വർക്ക് ഡൺ ബൈ സിസ്റ്റം, ഓൺ സിസ്റ്റം. ശ്രദ്ധിക്കുക, ഹീറ്റ് സപ്ലൈ ടു സിസ്റ്റം, അതുപോലെ തന്നെ ഹീറ്റ് ടേക്കൺ ഫ്രം ദ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്താൽ പോസിറ്റീവ്, അപ്പോൾ ഹീറ്റ് കൂടും. സിസ്റ്റത്തിന് ഹീറ്റ് എടുത്താൽ ഹീറ്റ് കുറയും, അപ്പോൾ ഹീറ്റ് നെഗറ്റീവ്. അപ്പോൾ ആ കാര്യങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനിയോ അടുത്ത കൺസെപ്റ്റ് തെർമോഡൈനാമിക് പ്രോസസ്സ്. തെർമോഡൈനാമിക് പ്രോസസ്സിൽ വർക്ക് ഡൺ ആണ് ഇമ്പോർട്ടൻറ്റ്. 4 വർക്ക് ഡൺ പഠിച്ചു വയ്ക്കുക, ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സ് പഠിപ്പിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ തെർമോഡൈനാമിക് പ്രോസസ്സ് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഐസോതെർമൽ പ്രോസസ്സ്. T ഈസ് കോൺസ്റ്റൻറ്റ്, ഡെൽറ്റ T = 0 ആണ്, അല്ലാതെ T = 0 അല്ല. അത് എപ്പോഴും ശ്രദ്ധിക്കണം, തെറ്റിയുന്നൊരു കൺസെപ്റ്റാണ്. ഐസോബാറിക് പ്രോസസ്സ്, ഐസോബാറിക് ആകുമ്പോൾ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ P = കോൺസ്റ്റന്റ്, ഡെൽറ്റ P = 0 ആണ്, അല്ലാണ്ട് P = 0 അല്ല. ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും മനസ്സിലാക്കി വെക്കണം. അതിന് ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്, ഐസോബാറിക് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്, അഡിയബാറ്റിക് ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ ടു സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അപ്പോൾ എല്ലാ പ്രോസസ്സും എന്ത് ചെയ്യണം, സൈക്ലിക് പ്രോസസ്സ്, അതൊക്കെ പഠിച്ചു വയ്ക്കുക. ക്ലിയർ. അപ്പോൾ അതിലൊക്കെ എന്താണ് വർക്ക് ഡൺ ചോദിക്കാറുണ്ട്. നോക്കാം. The given figure is an indicator diagram, this PV diagram of a gas which is suspended for 4 different thermodynamic processes. Okay, 4 thermodynamic process ആണ്. അപ്പോൾ അറിയാം പ്രഷറും വോളിയാണ്. അപ്പോൾ നമുക്കറിയാം ഒന്നിൽ വോളിയം കോൺസ്റ്റൻ്റ് ആണ്, ഒന്ന് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. സിയും ഡിയും രണ്ടും മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ തെർമോഡൈനാമിക് പ്രോസസ്സാണെന്ന് നോക്കണം. ഓക്കെ,
നെയിം ദ ഫോർ ഡിഫറെൻറ്റ് പ്രോസസ് റെപ്രസെൻറ്റഡ് ബൈ എ ബി സി ഡി. ഓക്കെ. obtain expression for the work done by the gas during the process designated by C. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ചിലപ്പോൾ ഒരു 2-3 മാർക്കുള്ള ക്വസ്റ്റൻ ആയിരിക്കും അത് B1. അപ്പോൾ ശരിക്കും അത് അറിഞ്ഞില്ലെങ്കിൽ ആ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ ഈ ഗ്രാഫ് ശരിക്കും പഠിച്ചു വയ്ക്കാം നമ്മുടെ പ്രോസസ്സിൽ. ആൻസർ നോക്കാം. അപ്പോൾ നമുക്ക് അറിയാം ഐസോബാറിക് ഐസോകോറിക് അത് തെറ്റില്ല. എന്താണ് ഐസോബാറിക് എ എന്ന് പറയുന്നത് വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഐസോകോറിക് ബി എന്ന് പറയുന്നത് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. സിയും ഡിയും ആണ് നമുക്ക് സംശയം വരാം. നോക്കാം ഇനി ആൻസർ. ഐസോകോറിക് ദാറ്റ് ഇസ് വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഐസോബാറിക് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഐസോ തമ്മിൽ അഡിയബാറ്റിക്. അപ്പോൾ എപ്പോഴും തെറ്റുന്നൊരു കൺസെപ്റ്റ് ഐസോ തമ്മിൽ അഡിയബാറ്റിക് ആണ്. ഐസോബാറിക് ഐസോകോറിക് നമുക്ക് നോക്കി തന്നെ അറിയാം. അപ്പോൾ ഇത് ഞാൻ ഓർത്ത് വയ്ക്കുക എങ്ങനെയാണ്, ഏറ്റവും അടിയതിൽ അഡിയബാറ്റിക്, ഏറ്റവും അടിയതിൽ അഡിയബാറ്റിക്. അപ്പോൾ ഏറ്റവും താഴെയാണ് എന്ത് ചെയ്യുക, അഡിയബാറ്റിക് വരിക. കാരണം അഡിയബാറ്റിക്കിൻ്റെ സ്ലോപ്പ് ഐസോതമ്മിലേക്കാളും കൂടുതൽ, ഗാമ ടൈംസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റൻസ് വരുന്നുണ്ട്, അത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ഓർത്തിരിക്കുക, ഏറ്റവും അടിയതിൽ അഡിയബാറ്റിക്. ഇനിയാവും നെക്സ്റ്റ് അപ്റ്റൈൻ എക്സ്പ്രഷൻ വർക്ക് ഡൺ. അപ്പോൾ നമുക്ക് സി ആണ് കാണുന്നത്. സി മീൻസ് ഐസോ തെർമൽ വർക്ക് ഡൺ ആണ് കാണേണ്ടത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, എങ്കിൽ കൂടി ജസ്റ്റ് ഞാൻ വർക്കൗട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൽ 2.303 മൾട്ടിപ്ലൈ ചെയ്ത് കാണാം. നാച്ചുറൽ ലോഗിലേക്ക് മാറ്റാൻ വേണ്ടി 2.203 മൾട്ടിപ്ലൈ ചെയ്ത്, പിന്നെ അതിൽ ഷെയ്ഡഡ് റീജിയനാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. പിന്നെ അത് മാറ്റാൻ കാരണം ചിലപ്പോൾ എക്സാമിന് ചോദിക്കും ഇൻ ടേംസ് ഓഫ് പ്രഷർ എന്ന് ചോദിക്കും. അപ്പോൾ വീണ്ടും ചെയ്യണം. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് വോളിയം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയാൽ മതി. ക്ലിയർ. അപ്പോൾ ആ 2.303 നാച്ചുറൽ ലോഗിലേക്ക് മാറ്റാനാണ് ആ കൺസെപ്റ്റും. കാരണം ഇൻറ്റഗ്രേറ്റ് നമുക്ക് ബേസ് ഇ ആണ് കിട്ടുക, ബേസ് 10ലേക്ക് മാറ്റാനാണ് 2.303 മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ആ ഒരു കാര്യം ഇതിൽ ഓർമ്മ വേണം. അപ്പോൾ ഐസോതെർമലാണ് പഠിക്കുകയെങ്കിൽ കൂടി ബാക്കി എല്ലാ പ്രോസസ്സും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം അതിൻ്റെ വർക്ക് ഡൺ, കാരണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ നെക്സ്റ്റ് വൺ ഐസോകോറിക്. ഐസോകോറിക്കിൽ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യില്ല, വർക്ക് ഡൺ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വർക്ക് ഡൺ ഈ ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവിടെ വർക്ക് ഡൺ 0 ആക്കി എടുക്കണം. നെക്സ്റ്റ് ഐസോബാറിക് പ്രോസസ്, പ്രഷർ ആണ് വരുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം മൾട്ടിപ്ലൈ ബൈ പ്രഷറാണ് അവിടുത്തെ വർക്ക് ഡൺ വരുന്നത്, ഐസോബാറിക്. ഇനി അഡിയബാറ്റിക്. അഡിയബാറ്റിക് ഏറ്റവും പിന്നെന്താണ് ചോദിക്കാൻ നല്ല ചാൻസുള്ള ക്വസ്റ്റൻ അത്യാവശ്യം ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് വർക്ക് ഡൺ μr = 1 - ഗാമ T2 - T1 ആണ്. അത് നമുക്കിനി ആ ഇക്വേഷൻ എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചറാണ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്, പ്രഷർ ആണെങ്കിൽ മാലത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് അഡിയബാറ്റിക്കിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡിയബാറ്റിക് ശ്രദ്ധിക്കണം, PV ഗാമ ആണ് ഇക്വേഷൻ. മറ്റേ കേസൊക്കെ PV കോൺസ്റ്റന്റ് നമ്മൾ എടുക്കുക ഐസോതെർമലിലൊക്കെ. ഇവിടെ PV ഗാമ എടുക്കുക. ഗാമ എന്ന് പറഞ്ഞാൽ ഹീറ്റ് സ്പെസിഫിക് കപ്പാസിറ്റി റേഷ്യോസ് ആണ്, CP/CV. അപ്പോൾ ഇതാണ് എൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ജസ്റ്റ് അറിയാത്തത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അറിയാത്ത ജസ്റ്റ് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡെറിവേഷൻ നോക്കി പഠിക്കുക. ഐസോതെർമൽ അഡിയബാറ്റിക് ആണ് ചോദിക്കാൻ ചാൻസ് ഇതിൽ കൂടുതൽ. നെക്സ്റ്റ് ഹീറ്റ് എഞ്ചിൻ ആൻഡ് ഹീറ്റ് പമ്പ്. A heat engine is a device which convert heat energy into work. അറിയാം, ഹീറ്റിന് എനർജി വർക്കാക്കി മാറ്റുന്നതാണ് ഹീറ്റ് എഞ്ചിൻ. വാട്ട് ഈസ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇൻ an ideal ഹീറ്റ് എഞ്ചിൻ? ക്ലിയർ. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താണ് ഹീറ്റ് എഞ്ചിനിൽ? അതുപോലെ പെട്രോൾ എഞ്ചിൻ്റെ എന്താണ് വർക്കിംഗ് സബ്സ്റ്റൻസ്, അതുപോലെ തന്നെ കാർബൺ എഞ്ചിൻ എന്താ വർക്കിംഗ് സബ്സ്റ്റൻസ്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസ്, ഫ്രിയോൺ ഗ്യാസ്, അതൊക്കെ എനിക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതൊക്കെ ഓർമ്മ വെക്കണം. ആൻഡ് കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ സ്റ്റീം പോയിന്റ് ആൻഡ് ഐസ് പോയിന്റ്. ക്യാൻ യു ഡിസൈൻ എൻ എഞ്ചിൻ ഓഫ് 100% എഫിഷ്യൻസി? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റീം പോയിന്റും ഐസ് പോയിന്റ് നമുക്കറിയാം. സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഐസ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഞാൻ ഈ പ്രത്യേകം പറഞ്ഞൊരു കേസ് ഉണ്ട്, ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിന് കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടി 273.15 കൊണ്ട് ആഡ് ചെയ്യണം. അത് മറക്കരുത് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, സി എ റെഫ്രിജറേറ്റർ ഇസ് എ റിവേഴ്സ് ഹീറ്റ് എഞ്ചിൻ, കാരണം ഹീറ്റ് പമ്പായിട്ട് ആണത്. ക്യാൻ വി ഡിഗ്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് എ റൂം ബൈ കീപ്പിംഗ് ദ ഡോർ ഓഫ് എ റെഫ്രിജറേറ്റർ ഓപ്പൺ? എക്സ്പ്ലെയിൻ. നല്ലൊരു ക്വസ്റ്റൻ. അതായത് ഫ്രിഡ്ജിൻ്റെ ഡോർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ? എന്താവുക? ക്ലിയർ. അപ്പോൾ AC പകരം നമ്മൾ ഫ്രിഡ്ജ് തുറന്നു വെച്ചിട്ട് കടന്നുറങ്ങിയാൽ ശരിയാകുമെന്നാണ് ഇതിൻ്റെ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. എനിയാവും ആൻസേഴ്സ്. ഫസ്റ്റ് വൺ, ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് ആണ് നമ്മുടെ കാർബൺ എഞ്ചിനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയൽ ഗ്യാസ്. ഇവിടെ തന്നെ എന്താണ് ഐഡിയൽ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് എഞ്ചിനിൽ ഉപയോഗിക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എനിയാവും എഫിഷ്യൻസി കാണാൻ വേണ്ടി നമ്മൾ എടുത്താണ്. അപ്പോൾ 26.81 എഫിഷ്യൻസിയാണ്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക, കാരണം ഇത് സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണ്. ഇത് ചോദിക്കാൻ ഞാൻ തന്നെ ചോദിക്കുള്ളൂ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കെൽവിനിലേക്ക് മാറ്റണം. പിന്നെ T2 T1 മാറിപ്പോകരുത്. T2 എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ, T1 എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ അത് മാറിപ്പോകും, കാരണം സോഴ്സിൻ്റെയും സിങ്കിൻ്റെയാണ്. T1 എന്ന് പറയുന്നത് സോഴ്സിൻ്റെ ടെമ്പറേച്ചറാണ്, അത് T1 ആണ്. T2 സിങ്കിൻ്റെ ടെമ്പറേച്ചർ, അതായത് കോൾഡ് റിസർവോയറാണ് T2. T1 ഹോട്ട് റിസർവോയറാണ്. അപ്പോൾ പ്രോബ്ലം എപ്പോഴും മാറിപ്പോകാൻ പാടില്ല. T1 വലുതാണ്, T2 ചെറുതാണ്. ഈ ഇതായിട്ട്. അപ്പോൾ ഈ കൺസെപ്റ്റ് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് എടുക്കുക. ഈ പ്രോബ്ലം ഈ എഫിഷ്യൻസി പഠിച്ചു വയ്ക്കുക. 26.81 ഇത് സ്റ്റാൻഡേർഡ് പ്രോബ്ലമാണ്. അതായത് സ്റ്റീം എഞ്ചിനും അതുപോലെ തന്നെ സ്റ്റീം പോയിന്റും ഐസ് പോയിന്റ് തമ്മിൽ എഫിഷ്യൻസി അത് ചെയ്യുമ്പോൾ കെൽവിനിലേക്ക് മാറ്റാൻ മറക്കരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ, ഒരിക്കലും 100% എഫിഷ്യൻസിയിൽ എഞ്ചിൻ ഡിസൈൻ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്ത് ചെയ്യും, ഇൻറ്റേർണൽ എനർജി റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇനിയോ നോ
അതായത് നോർമലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് ഫ്രീസറിൽ നിന്ന് ഹീറ്റ് എടുത്തിട്ട് സറൗണ്ടിങ്ങിൽ കൊടുക്കുക ചെയ്യുന്നത് വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ നോർമലി നമ്മൾ ഫ്രിഡ്ജ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റവും സറൗണ്ടിങ് ആയിട്ട് എന്തുണ്ടാവില്ല, ഒരു സെപ്പറേഷൻ ഇല്ലാണ്ടായി, ഇത് രണ്ടും ഒരുമിച്ചായി. ക്ലിയർ? അപ്പോൾ നോർമലി എന്താ ചെയ്യുക പറഞ്ഞാൽ എക്സ്റ്റേണൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ചൂട് കൂടുക. അപ്പോൾ നോർമലി ഇവിടെ സംഭവിക്കുക ഡോർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റൂമിൻ്റെ ചൂട് കൂടി വരിക ചെയ്യുക, കൂടുക ചെയ്യാതെ, കൂടി മീൻസ് കൂടുക ചെയ്യാതെ. ക്ലിയർ? അപ്പോൾ അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. എനിഹാ ഇതിൽ പിന്നെ അതുപോലെ തന്നെ ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ കൂടി വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതായത് ഹീറ്റ് എഞ്ചിനും ഹീറ്റ് പമ്പും ജസ്റ്റ് വരയ്ക്കാൻ പഠിച്ചു വയ്ക്കുക. ഇതാണ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ ഹോട്ട് റിസർവോയിൽ നിന്ന് ഹീറ്റ് എടുത്തു, വർക്ക് പുറത്തേക്ക് കിട്ടും, കോൾഡ് റിസർവോയ്ക്ക് ബാക്കി ഹീറ്റ് കൊടുക്കും. Q2 കംപ്ലീറ്റ് സീറോ ആക്കാൻ കഴിയില്ല. കംപ്ലീറ്റ് സീറോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി 100% ആവും. അപ്പോൾ ഇതാണ് വർക്കിംഗ് ഹീറ്റ് എഞ്ചിൻ. അതിൻ്റെ എഫിഷ്യൻസി ഹീറ്റ് എന്നാണ് കൊടുക്കുക. 1 - Q2/Q1 ആണ്. 1 - T2/T1 എന്നും പറയാറുണ്ട്. കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഇത് തന്നെയാണ്. അതുപോലെ ഹീറ്റ് പമ്പ് നേരെ തിരിച്ചു വരും. ഹീറ്റ് പമ്പ് ജസ്റ്റ് ആരോസ് ഒക്കെ ഇൻവേർട്ട് ആവും. കാരണം W ഉള്ളിലേക്കാണ് കോൾഡ് റിസർവോയറിന്ന് ഹീറ്റ് എടുക്കും. അപ്പോൾ അതായത് ഫ്രിഡ്ജിൻ്റെ കേസിൽ റെഫ്രിജറേറ്ററിൽ നിന്ന് ഹീറ്റ് എടുക്കുകയാണ്, പക്ഷേ തണുത്ത റൂമിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ റൂം ചൂടുള്ളതാണ്. അപ്പോൾ തണുത്ത ഭാഗത്തുനിന്ന് ചൂടുള്ള ഭാഗത്തേക്ക് ഹീറ്റ് കൊടുക്കണമെങ്കിൽ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യണം. വർക്കിംഗ് സിസ്റ്റത്തിലേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പമ്പാവാൻ കാരണം. അപ്പോൾ ഇത് ആൽഫയാണ്. Q2/Q1 - Q2 ആണ് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് പമ്പും റെഫ്രിജറേറ്റർ അത് തന്നെ ഹീറ്റ് എഞ്ചിനൊക്കെ വരയ്ക്കാനും പഠിക്കണം, അതിൻ്റെ വർക്കിങ്ങും ചോദിക്കാറുണ്ട്. അപ്പോൾ എഫിഷ്യൻസി ചോദിക്കും, മാറിപ്പോകരുത്. And the last one, Carnot engine, the most important concept in this chapter. ഇതിന് ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് വരും. കാർനോട്ട് എഞ്ചിൻ വരയ്ക്കാൻ ചോദിക്കാം, വർക്കിംഗ് ചോദിക്കാം, എൻ്റെ വർക്കിംഗ് എഫിഷ്യൻസി ചോദിക്കാം, കാർനോട്ട് സൈക്കിൾ ചോദിക്കാം. അതൊക്കെ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. വൈ കാർനോട്ട് എഞ്ചിൻ ഈസ് റിവേഴ്സിബിൾ whereas ഓർഡിനറി ഹീറ്റ് എഞ്ചിൻ ഈസ് ഇറിവേഴ്സിബിൾ. കാർനോട്ടിന് എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ ആണ്, പക്ഷേ ഹീറ്റ് എഞ്ചിൻ ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, a Carnot engine is made to work between 200 degrees Celsius and 0 degrees Celsius first, and then between 0 degrees Celsius to and minus 200 degrees Celsius. Compare the values of efficiency in two cases. Degree Celsius ആണ്, കെൽവിനൊക്കെ മാർക്കരുത്. anyhow ആൻസേഴ്സ് അത് ഇത്രയേ ഉള്ളൂ. കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഐഡിയൽ എഞ്ചിനാണ്. അതിലെല്ലാം റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ എന്ന് പറയാൻ കാരണം അതിലിപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ ഐസോതെർമൽ കംപ്രഷൻ ഉണ്ട്, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ അഡിയാബാറ്റിക് കംപ്രഷൻ ഉണ്ട്. പിന്നെ അത് വർക്കിംഗ് മുഴുവൻ ഐഡിയൽ കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ സിസ്റ്റം പ്ലേസ്ഡ് ഓൺ എ സിങ്ക്, സിസ്റ്റം പ്ലേസ്ഡ് ഓൺ എ സോഴ്സ്, അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അതിന് വേറൊരു എഞ്ചിന്. അപ്പോൾ അതൊരു ഐഡിയൽ കൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, മുഴുവൻ മൂവ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വൽ എഞ്ചിൻ അങ്ങനെയല്ല. ഇവൻ നമ്മൾ ഫ്യൂൽ ആണെങ്കിൽ ഐഡിയൽ ഫ്യൂൽ അല്ല. കാരണം അത് വർക്ക് ചെയ്യുന്ന മുഴുവൻ എന്താണ്, റിവേഴ്സിബിൾ ആണ്. ശരിക്കും റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയൽ കൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആക്ച്വലി. അപ്പോൾ അതാണ് ജസ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നത്. എനിഹൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ കാർനോട്ട് എഞ്ചിൻ ഈസ് മെയ്ഡ് ടു വർക്ക് ബിറ്റ്വീൻ 200 degree and 0 degree Celsius first, and then 0 degree to minus 200 degree Celsius. Compare the values of efficiency in two cases. ഓക്കെ, അപ്പോൾ അറിയാം E= 1 - T2/T1 ആണ്. T2 ആണ് ചെറിയ ടെമ്പറേച്ചർ, T1 ആണ് വലുത്. അതാണ് ശ്രദ്ധിക്കണം. പക്ഷേ ഇത് ശ്രദ്ധിക്കണം, 200 degree Celsiusഉം 0 degree എടുത്തു. അപ്പോൾ 0നെ ആദ്യം 273 കൊണ്ട് ആഡ് ചെയ്തു, അതുപോലെ തന്നെ 200നെയും 273 ആഡ് ചെയ്തു. അപ്പോൾ 200 goes to 473 and 0 goes to 273. അതാണ് E1 കേസ്. സെക്കൻഡ് കേസിൽ നമ്മൾ 200 273 T2 എന്താണ് 200 then 273 എടുത്തു. നമ്മൾ മൈനസ് ലീവ് ചെയ്യാണ്. കാരണം എന്താണ്, നമുക്ക് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കിട്ടിയാൽ മതി. ക്ലിയർ? അല്ലാതെ എന്താണ് നെഗറ്റീവ് ആണ് പോസിറ്റീവ് എന്ന കൺസെപ്റ്റും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, T1 ഷുഡ് ബി ഗ്രേറ്റർ. അപ്പോൾ E2 നമുക്ക് 200/273 കിട്ടി, ഇവിടെ 200/473 കിട്ടി. സോ ദ റേഷ്യോ ഈസ് E2/E1 = 1.73. അതാണ്. അപ്പോൾ ഇതിൽ വരുന്ന രണ്ട് തെറ്റ്, ഒന്ന് ഇതാണ്, കെൽവിനിലേക്ക് മാറ്റാതെ ചെയ്യും തെറ്റും, പിന്നെ മൈനസ് എടുത്ത് ചെയ്താൽ തെറ്റും. അപ്പോൾ റേഷ്യോസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നോർമലി ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 0 മുതൽ -200 വരെ എന്നുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇത് നേരെ മീൻസ് -40 to -200 ആണെങ്കിൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് അടുത്ത് അവിടെ എന്ത് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത്. അപ്പോൾ മൈനസ് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ കാർനോട്ട് എഞ്ചിനിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വന്നില്ലെങ്കിൽ കൂടി തന്നെ നമുക്ക് പഠിക്കേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് കാർനോട്ടിൻ്റെ വർക്കിംഗ് പഠിക്കണം, ആ കാർനോട്ട് എഞ്ചിൻ എന്താണെന്ന് പഠിക്കണം. അത് തന്നെ എന്താണ് കാർനോട്ടിൻ്റെ സിലിണ്ടറൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, സൈഡ് വാൾസ് അഡിയാബാറ്റിക് ആണ്, ബേസ് വാൾ ഡയാതെർമിക് ആണ്. ദെൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ P1 V1 T1 ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ, കാർനോട്ട് സൈക്കിൾ പഠിക്കണം. അതുപോലെ വർക്ക് ഡൺ ഉണ്ട്, 4 പ്രോസസ്സാണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ്റെ വർക്ക് ഡൺ പഠിക്കണം. ഓരോ വർക്ക് ഡൺ കാണിക്കുന്നത് ടോട്ടൽ വർക്ക് ഡൺ ഈ 4 വർക്ക് കൂടി ആഡ് ചെയ്യണം. അതുപോലെ എഫിഷ്യൻസി കാണാൻ 1 - T2/T1 or 1 - Q2/Q1 എഫിഷ്യൻസിയും ചോദിക്കാം. ഇതിൽ അതേപോലെ തന്നെ V2/V1 = V3/V4 അത് മാത്രം ഡെറിവേഷനിൽ ചോദിച്ചിട്ട് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാർനോട്ട് എഞ്ചിനിൽ നോക്കേണ്ടത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്താണ്, കാർനോട്ട് എഞ്ചിൻ തന്നെയാണ്. കാർനോട്ട് എഞ്ചിൻ്റെ വർക്കിംഗ് എഫിഷ്യൻസി നോക്കുക, അതിൻ്റെ
PV ഡയഗ്രാം നോക്കുക, കാർനോട്ട് സൈക്കിൾ നോക്കുക. അത് കഴിഞ്ഞാൽ നോക്കേണ്ടത് വർക്ക് ഡൺ, അഡിയബാറ്റിക് ഐസോതെർമൽ വർക്ക് ഡണ്ണിൻ്റെ ആ ഗ്രാഫും വർക്ക് ഡൺ മാത്തമാറ്റിക് എക്സ്പ്രഷൻ ഡെറിവേഷൻ എന്ത് ചെയ്യുക നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും കൺസെപ്റ്റാണ് ഈ 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ റിമൈനിങ് ചാപ്റ്റേഴ്സ് നമ്മൾ 3 ചാപ്റ്റേഴ്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, വേവ്സ് ആൻഡ് ഓസിലേഷൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ്. ഈ സെക്കൻഡ് ബുക്ക് നമ്മൾ 2ആയി ചെയ്യാനുള്ള കാരണം ഫസ്റ്റ് ബുക്ക് ഓൾമോസ്റ്റ് എല്ലാം നന്നായി പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ബുക്ക് നിങ്ങൾ നോർമലി എന്താവും കുറച്ച് ബാക്കിലേക്കാണ്. അതാണ് കുറച്ച് 2ആയിട്ട് തന്നെ സെപ്പറേറ്റ് ഇത് ചെയ്യാൻ കാരണം. ബാക്കി ഈ 3 ചാപ്റ്റേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ കാരണം 3 കറക്റ്റ് ഡീറ്റെയിൽ നോക്കേണ്ട ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഏർലിയസ്റ്റ് 3 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഇസാക്സ് ഫിസിക്സ് ക്ലാസ് റൂം. അപ്പോൾ അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോസ് അറ്റ് ഏർലിയസ്റ്റ് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. എനിഹൗ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻസ്. ഈ വീഡിയോയിൽ എല്ലാം നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.